കഠിനാധ്വാനിയാണെങ്കിലും ഓഫീസിലെ പല സുപ്രധാന മീറ്റിംഗ്സിൽ നിന്നും മഞ്ജു തഴയപ്പെടുന്നു. ഒറ്റ വർഷം കൊണ്ട് മഞ്ജുവിന്റെ ജീവിതം തന്നെ മാറ്റിത്തരട്ടെ. അങ്ങനെയല്ല, ഒറ്റ ഡിസിഷൻ കൊണ്ട് ജീവിതം തന്നെ മാറ്റിത്തരട്ടെ. ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ യു ക്യാൻ ജോയിൻ CMA USA ഓൺലൈൻ കോഴ്സ് അറ്റ് ലക്ഷ്യ. ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രാന്തദർശികളിൽ ഒരാളായിരുന്നു യേശുക്രിസ്തു. അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും അത്താണി, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം, അതായിരുന്നു യേശുക്രിസ്തു. നസറേത്തിലെ യേശു ഇന്നുവരെ സ്വന്തമായി ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായി ഒരു മാനിഫെസ്റ്റോയും ഈ ലോകത്ത് അവശേഷിക്കുന്നില്ല. ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ദേവാലയമോ അല്ലെങ്കിൽ സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു കൾട്ടോ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. എന്നിട്ടും ആ മഹാത്മാവിൻ്റെ വാക്കുകൾ, ജീവിതാനുഭവങ്ങൾ, ആധ്യാത്മിക ചിന്തകൾ ഒക്കെയും ഇന്നും ലോകത്തിൻ്റെ പല കോണുകളിലുമുള്ള ലക്ഷക്കണക്കായ മനുഷ്യരുടെ ജീവിതങ്ങളിൽ നിത്യസ്വാധീനം ചെലുത്തുന്നു. മാനവരാശിക്ക് ഉണർവും ഊർജവും പകർന്നുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണ സ്വരൂപമാണ് യേശുക്രിസ്തു. അപാരമായ കാരുണ്യത്തിൻ്റെയും അനന്തമായ ക്ഷമയുടെയും ശാന്തിയുടെയും പ്രതീകമാണ് ആ പേര്. അതുകൊണ്ട് തന്നെ മനുഷ്യകുലത്തിൻ്റെ ഇന്നോളമുള്ള പ്രയാണത്തിൽ ഒരു ഗുരുവിൻ്റെ, ഒരു വഴികാട്ടിയുടെ റോളിൽ യേശുദേവൻ തുടരുന്നു. യേശു ഒരു ചരിത്രപുരുഷനല്ല, ഇതിഹാസ പുരുഷൻ മാത്രമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ മനുഷ്യപുത്രനായ യേശുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ വ്യക്തമായി അറിയുന്നതിനുള്ള തെളിവുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധത്തിൽ പല സോഴ്സുകളും നിരത്തുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതുമെന്ന് ആ തെളിവുകൾ സാക്ഷ്യം പറയുന്നു. 33 കൊല്ലം ഈ ഭൂമിയിൽ ആ മഹാത്മാവ് തൻ്റെ ജീവിതം തുടർന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒടുവിലത്തെ 3 വർഷങ്ങൾ വിശേഷിച്ചും സംഭവബഹുലമാണ്. നല്ല മനുഷ്യനായ യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നു ശത്രുക്കൾ. അവരുടെ ശത്രുത സ്നേഹത്തിൻ്റെ പ്രതിരൂപമായ ആ മനുഷ്യനെ ഒടുവിൽ കുരിശിലേറ്റിയ കഥ അത്യന്തം ഹൃദയഭേദകമായ ഒന്നാണ്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ യേശു എന്ന ബാലൻ ഒരു ജനതയുടെ ആത്മാവിഷ്കാരങ്ങളുടെ ശബ്ദമായി, അവരുടെ രക്ഷകനായി മാറിയതിൻ്റെ കഥ. മറ്റുള്ളവർ ചെയ്ത പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി കുരിശിലേറിയ ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കൊടിയ പീഡാനുഭവങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കിന്നറിയാവുന്ന വിവരങ്ങളിൽ പലതിൻ്റെയും സോഴ്സ് ബൈബിൾ തന്നെയാകും. ബൈബിൾ ഒരൊറ്റ പുസ്തകമാണ് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ സത്യത്തിൽ അത് വ്യത്യസ്ത എഴുത്തുകാരാൽ വ്യതിരിക്തമായ ചരിത്ര സന്ദർഭങ്ങളിൽ രചിക്കപ്പെട്ട പല പുസ്തകങ്ങൾ ചേരുന്ന ഒന്നാണ്. ബൈബിൾ സാഹിത്യം പ്രധാനമായിട്ടും പഴയ നിയമം അഥവാ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നും പുതിയ നിയമം അഥവാ ന്യൂ ടെസ്റ്റമെൻ്റ് എന്നും രണ്ടായിട്ട് തിരിക്കപ്പെടുന്നു. ബൈബിളിൻ്റെ ആദ്യത്തെ ഭാഗമായ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനു മുമ്പുള്ള എഴുത്തുകളാണുള്ളത്. അതിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും യഹൂദ ജനതയുടെ ആവിർഭാവത്തെക്കുറിച്ചും മോശയ്ക്ക് വെളിപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും വരുവാനുള്ള മിശിഹ എന്ന രക്ഷകനെക്കുറിച്ചും വഴിപിഴച്ച കുഞ്ഞാടുകളെ നേർവഴി നടത്താൻ ശ്രമിച്ച പ്രവാചകന്മാരെക്കുറിച്ചും ഒക്കെയുള്ള പരാമർശങ്ങളാണുള്ളത്. അതിൻ്റെ മർമ്മഭാഗം ഒരു ഉടമ്പടിയാണ്. ദൈവവും ഇസ്രായേലരും തമ്മിലുള്ള പവിത്രമായ ഒരു ഉടമ്പടി. പ്രവചനം, ജോഷുവ മുതലായ ചരിത്ര പുസ്തകങ്ങൾ, സങ്കീർത്തനം എന്നിങ്ങനെ പഴയ നിയമം പിന്നെയും നീളുന്നുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വരുവാനിരിക്കുന്ന പൊരുളിൻ്റെ നിഴൽ മാത്രമാണ് പഴയ നിയമം. പിന്നീട് അങ്ങോട്ടുള്ള ദൈവിക സാഹിത്യത്തിൻ്റെ ഒരു പ്രൈമർ മാത്രം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്ടജീവിതം പറഞ്ഞു വെക്കാനുള്ള ഒരു നിലപാട് തറ. പുതിയ നിയമം തുടങ്ങുന്നത് യേശുക്രിസ്തുവിലാണ്. അത് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ലക്ഷ്യം വെച്ച് എഴുതപ്പെട്ട സാഹിത്യമാണ്. യേശുവിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, യേശുവിൻ്റെ കുരിശുമരണം, പിന്നെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം, ഇതൊക്കെയും നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. വേട്ടയാടലുകൾക്കിടയിലും ക്രിസ്തീയർ യേശുവിൻ്റെ പ്രമാണങ്ങളെ എങ്ങനെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു എന്നത്, വിശേഷിച്ച് യേശു ശിഷ്യരായിട്ടുള്ള അപ്പോസ്തലന്മാർ പത്രോസ്, പൗലോസ് എന്നിവർ അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു എന്നതൊക്കെയും പുതിയ നിയമത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പുതിയ നിയമത്തിലെ യേശുവിൻ്റെ കഥ പറയുന്ന ആദ്യത്തെ 4 പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് ഗോസ്പലുകൾ അഥവാ സുവിശേഷങ്ങൾ എന്നാണ്. എന്നാൽ ഇത് 4ഉം ഒരേ കഥയുടെ 4 പകർപ്പുകളല്ല, 4 വ്യാഖ്യാനങ്ങളാണ് എന്ന് വേണം പറയാൻ. മത്തായിയുടെ സുവിശേഷം യേശുവിനെ അവതരിപ്പിക്കുന്നത് നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന പ്രവാചകൻ എന്ന നിലയ്ക്കാണ്. അത് അഭിസംബോധന ചെയ്യുന്നത് പ്രധാനമായും യഹൂദ ജനതയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ നറേറ്റീവ് കുറെ കൂടി ചടുലമാണ്, അത് കുറെ കൂടി ഇൻറ്റൻസ് ആണ്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ദൈവപുത്രനായി യേശുവിനെ അത് അവതരിപ്പിക്കുന്നു. നീണ്ട പ്രഭാഷണങ്ങളെക്കാൾ അത് പ്രവൃത്തികൾക്ക് മുൻഗണന കൊടുക്കുന്നു. ഒപ്പം വിശ്വാസം, ത്യാഗം, സേവനം എന്നിവയ്ക്കും ഊന്നൽ നൽകുന്നു. അതേസമയം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ടോണാണെങ്കിൽ അങ്ങേയറ്റം കെയർഫുള്ളും കമ്പാഷനേറ്റുമാണ്.
ഏറ്റവും ഒടുവിൽ യോഹന്നാൻ്റെ സുവിശേഷം, അത് കുറെ കൂടി ഫിലോസഫിക്കലാണ്. അതിൽ സംഭവ വർണ്ണനകളേക്കാൾ കാണാനാവുക ജീവിതത്തിൻ്റെ അർത്ഥം, നമ്മുടെ സ്വത്വം, വിശ്വാസം എന്നിവയിൽ ഊന്നിയിട്ടുള്ള ഒരു രചനാശൈലിയാണ്. 4 എഴുത്തുകാർ, 4 വ്യത്യസ്ത ശബ്ദങ്ങൾ. എന്നാൽ ആ എഴുത്തിൻ്റെ എല്ലാം കേന്ദ്രത്തിൽ കുടികൊള്ളുന്നത് ഒരേ ഒരു കഥാപാത്രമാണ്, യേശു ക്രിസ്തു. നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ യേശുവിനെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് 4 ആംഗിളിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന 4 വെവ്വേറെ വീഡിയോ ക്യാമറകളാണ് ഈ സുവിശേഷങ്ങൾ എന്നും വേണമെങ്കിൽ പറയാം. ക്രിസ്തീയ വിശ്വാസധാരയുടെ ഈ സ്ട്രക്ചർ ആഴത്തിൽ മനസ്സിലാക്കുന്നത് ആ മതത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാത്രമല്ല അരക്കിട്ടുറപ്പിക്കുന്നത്. അത് മാനവരാശിയുടെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കാലത്തിനും ദേശത്തിനും കുറുകെ ആശയങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒക്കെ കുറെ കൂടി വ്യക്തമായ ബോധ്യങ്ങൾ നമുക്ക് പകർന്നു തരും. കാരണം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്നത്തെ ആധുനിക ലോകത്തിലെ സദാചാര സങ്കല്പങ്ങളെക്കുറിച്ചും അധികാര ശൃംഖലയുടെ പ്രവർത്തനത്തെക്കുറിച്ചും നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന സഫറിങ്ങിനെക്കുറിച്ചും നിത്യജീവിതത്തിലെ മനുഷ്യൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ധാരണകളെ പരുവപ്പെടുത്തുന്ന ഒന്നാണത്. ബൈബിളിന് പുറമെ വല്ലാത്തൊരു കഥയുടെ ഈ ലക്കം തയ്യാറാക്കുന്നതിനായി പ്രധാനമായും ആശ്രയിച്ചിട്ടുള്ളത് KP കേശവമേനോൻ രചിച്ച യേശുദേവൻ, വൈദികനായ ഫാദർ ജോർജ് നെല്ലിശ്ശേരി എഴുതിയ ക്രിസ്തുദേവൻ എന്നീ യേശു ജീവചരിത്ര ഗ്രന്ഥങ്ങളും, ഖലീൽ ജിബ്രാൻ്റെ ജീസസ് ദ സൺ ഓഫ് മാൻ, ഗുരു നിത്യചൈതന്യയുടെ മനുഷ്യപുത്രനായ യേശു, ടോൾസ്റ്റോയുടെ യേശുവിൻ്റെ ജീവിതം എന്നീ ഗ്രന്ഥങ്ങളെയാണ്. ബൈബിളിനെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തണം. ബിബ്ലിക്കൽ സ്റ്റോറി നടക്കുന്നത് പൗരാണിക മധ്യപൂർവേഷ്യയിലാണ്. ആഫ്രിക്കയെയും ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന സംസ്കൃതികളുടെയും സാമ്രാജ്യങ്ങളുടെയും വ്യാപാരങ്ങളുടെയും ഒരു സംഗമ ഭൂമിയിലാണ്. ഈ കഥയുടെ സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്നത് മധ്യധരണ്യാഴി അഥവാ മെഡിറ്ററേനിയൻ സീയുടെ കിഴക്കൻ തീരത്ത് കിടക്കുന്ന ഈ കാണുന്ന ഇടനാഴിയാണ്. ചരിത്രത്തിൽ ഈ പ്രദേശം കാനാൻ എന്നും ഇസ്രായേൽ എന്നും യഹൂദിയ എന്നുമൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ആധുനിക ഭൂപടങ്ങൾ ഈ പ്രദേശത്തെ അടയാളപ്പെടുത്തുന്നത് ഇസ്രായേൽ പലസ്തീൻ പ്രവിശ്യ എന്നാണ്. എബ്രഹാമിൻ്റെ യാത്രകൾ നടക്കുന്നത് ഇവിടെയാണ്. ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ നടന്ന പലായനത്തിൻ്റെ ലക്ഷ്യസ്ഥാനവും ഇതുതന്നെയായിരുന്നു. ദാവീദിനെയും സോളമനെയും പോലുള്ള രാജാക്കന്മാർ ഇവിടം ഭരിച്ചു. നമ്മുടെ നീതിയെക്കുറിച്ചും സാക്ഷാത്കാരത്തെക്കുറിച്ചും പ്രവാചകന്മാരെല്ലാം പറഞ്ഞതും ഇതേ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ടാണ്. പുതിയ നിയമത്തിൽ നസറത്തിലെ യേശു ജീവിച്ചിരുന്ന, ജനങ്ങളോട് ഇടപഴകിയ, ഒടുവിൽ കുരിശിലേറ്റപ്പെട്ട ഭൂമിക ഏറെക്കുറെ ഈ ഒരു പ്രദേശമാണ്. തെക്ക് ദിക്കിൽ ഈജിപ്താണുള്ളത്. നൈൽ നദീതീരത്തെ ഫലഭൂയിഷ്ഠ ഭൂമി. ഇസ്രായേലിയുടെ അടിമ ജീവിതത്തിൻ്റെയും എല്ലാം ഇട്ടെറിഞ്ഞുള്ള അവരുടെ പലായനത്തിൻ്റെയും ഒക്കെ രംഗഭൂമി. കിഴക്കോട്ട് ജോർദാൻ നദി മുറിച്ചു കടന്നാൽ മോവാബ്, അമ്മോൻ, ഏദോം എന്നീ നാടുകളാണ്. വടക്ക് കിഴക്ക് ദിക്കിൽ ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികൾക്കിടയിലായി പുരാതന മെസൊപ്പൊട്ടേമിയ അഥവാ ഇന്നത്തെ ഇറാഖാണുള്ളത്. അവിടെയാണ് എബ്രഹാം ജനിക്കുന്നത്. അസീറിയൻ, ബാബിലോണിയൻ സാമ്രാജ്യങ്ങളുടെ കളിത്തൊട്ടിലാണത്. ഇസ്രായേലിയുടെ പലായനത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും രംഗഭൂമി. വടക്കോട്ട് നോക്കിയാൽ കാണുക സിറിയ എന്ന ഭൂപ്രദേശമാണ്. ബൈബിളിലെ രാഷ്ട്രീയത്തെയും യുദ്ധങ്ങളെയും ഒക്കെ സ്വാധീനിച്ചിട്ടുള്ള അക്കാലത്തെ വ്യാപാരത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഡമാസ്കസ് ഇവിടെയാണുള്ളത്. ചുരുക്കത്തിൽ ബൈബിൾ കഥകൾ അരങ്ങേറുന്നത് ഏതെങ്കിലും ഒരു മിത്തിക്കൽ സ്പേസിലല്ല, കൃത്യമായ കാലഗണനയോടും ജിയോ പൊളിറ്റിക്കൽ റഫറൻസുകളോടും കൂടിയാണ് എന്നർത്ഥം. യേശുവിൻ്റെ കഥ തുടങ്ങുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒന്നും കാലത്തല്ല. യുദ്ധങ്ങളിൽ ചോരപ്പുഴ ഒഴുകിയ, രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നടമാടിയ ഒരു ചരിത്രസന്ധിയിലാണ്. ദീർഘവും സങ്കീർണവുമാണ് യഹൂദരുടെ ചരിത്രം. യഹൂദമതത്തിന് പുറമെ ലോകത്തിലെ 2 പ്രധാന മതങ്ങളായ ക്രിസ്തുമതവും ഇസ്ലാം മതവും ഈ ജനവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. യേശുവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ടത് എബ്രഹാം മുതൽക്ക് ഇങ്ങോട്ടുള്ള ഇസ്രായേലിയുടെ ജീവിത ചരിത്രത്തിൻ്റെ ഒരു ക്രോണോളജിയാണ്. വല്ലാത്തൊരു കഥയുടെ ഇസ്രായേൽ എപ്പിസോഡിൻ്റെ ആദ്യത്തെ 23 മിനിറ്റിൽ ഈ കഥ ഏറെ സമഗ്രമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. റോമാക്കാരുടെ പിന്തുണയോടെ യഹൂദിയ ഭരിച്ച ഹെറോദാവിൻ്റെ കഥ നമ്മൾ ഇസ്രായേൽ എപ്പിസോഡിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേ ഹെറോദാവ് 37 BC നടന്ന രക്തപങ്കിലമായ യുദ്ധത്തിന് ശേഷം തൻ്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് യഹൂദിയയെ അടക്കി ഭരിക്കുന്നു. രഹസ്യചാരന്മാരുടെ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തനിക്ക് എതിര് നിൽക്കുന്നവർ എന്ന് സംശയിച്ചിരുന്നവരെ അയാൾ നിർദാക്ഷിണ്യം കഴിവേറ്റി. തൻ്റെ സിംഹാസനത്തിൽ കണ്ണുണ്ടെന്ന് സംശയിച്ചവരെ മാത്രമല്ല, അവരുടെ കുടുംബക്കാരെ വരെ അന്ന് ഹെരോദാവ് കൊന്നു തള്ളുന്നുണ്ട്. യഹൂദിയയിലെ അടിയുറച്ച വിശ്വാസികളായിട്ടുള്ള യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഹെരോദാവ് എന്നും ഒരു വരത്തനായിരുന്നു, റോമ സാമ്രാജ്യത്തിൻ്റെ കയ്യിലെ കളിപ്പാവ. ദാവീദ് രാജാവിൻ്റെ പിൻഗാമി എന്ന നിലയ്ക്ക് അവർക്ക് ഹെരോദാവിനെ ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. അത് ജൂതർക്കിടയിൽ ഒരു അധികാരമാറ്റത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് തിരികൊളുത്തി. റോമാക്കാരുടെയും ഹെരോദാവിൻ്റെയും മർദ്ദക ഭരണത്തെ തുടച്ചു നീക്കാൻ പോകുന്ന ഒരു രക്ഷകൻ്റെ, യഥാർത്ഥ രാജാവിൻ്റെ വരവിനു വേണ്ടി അവർ കാത്തിരുന്നു. ഈ പ്രതീക്ഷകൾക്കിടയിലാണ്, അതായത് യഹൂദിയ കനത്ത ആശങ്കയുടെയും സന്ദേഹത്തിൻ്റെയും കാലാവസ്ഥയിൽ പുലർന്നിരുന്ന കാലത്താണ്
കിഴക്കുനിന്ന് 3 വിദ്വാൻമാർ ജെറുസലേം നഗരത്തിൽ വന്നിറങ്ങുന്നത്. അവരുടെ ഈ വരവായിരുന്നു പുതിയ നിയമത്തിൽ പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ തർക്കത്തിൻ്റെ, പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ രാസത്വരകം. ഹൃദയത്തിൽ കഠാര പോലെ കുത്തിത്തറച്ചു കയറിയ ഒരു ചോദ്യം അന്ന് ഈ 3 ജ്ഞാനികൾ ഹെരോദാനോട് ചോദിക്കുന്നുണ്ട്. യഹൂദരുടെ രാജാവാകാൻ വേണ്ടി ജനിച്ച ആ പുണ്യാത്മാവ് എവിടെ? കിഴക്ക് ദിക്കിൽ അയാളുടെ നക്ഷത്ര ദർശനം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അന്നോളം കൊന്നും കൊലവിളിച്ചും ശത്രുക്കളെ ഒന്നില്ലാതെ കഴുമരത്തിലേറ്റിയുമൊക്കെ അധികാരം നഷ്ടപ്പെടാതെ പിടിച്ചുവെച്ച ചരിത്രം മാത്രമുള്ള ഹെരോദാവ് രാജാവ് തൻ്റെ സിംഹാസനം കഴിഞ്ഞ ദിവസം മാത്രം ജെറുസലേമിൽ ഭൂജാതനായ ഒരു കുഞ്ഞിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലായിരുന്നു. ഇതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനകാലത്തെ ബെത്ലഹേമിലെ ചരിത്രപരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം. അതായത് പാരനോയിഡ് ആയിട്ടുള്ള ഒരു രാജാവ്, റോമാക്കാർ അധിനിവേശം സ്ഥാപിച്ച ഒരു ഭൂമി, അവിടെ കുടിപാർത്തിരുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഊറി വന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അഭിവാഞ്ച. യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ പറഞ്ഞ സാഹചര്യത്തിലാണ്. യേശുവിൻ്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും നടന്ന ഒരു പ്രദേശമാണ് ഗലീല. അത് ഇസ്രായേലിലെ ഒരു ജില്ലയാണ്. നസറേത്ത് ആ ജില്ലയിലെ ഒരു ഗ്രാമവും. യെരുശലേമിൽ നിന്ന് നസറേത്തിലേക്ക് ഏതാണ്ട് 75 നാഴിക ദൂരമുണ്ട്. പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് നസറേത്ത്. അവിടെ നിന്ന് നോക്കിയാൽ വടക്കുഭാഗത്ത് പർവ്വതനിരകൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. തെക്കുഭാഗത്ത് എസ്ദ്രലോൺ താഴ്വര പരന്നു കിടക്കുന്നു. പടിഞ്ഞാറ് സുമാർ 30 നാഴിക അകലെയാണ് മധ്യധരണ്യാഴി തീരങ്ങൾ. കിഴക്കുഭാഗത്ത് ഗലീല തടാകമാണ്. നസറേത്ത് നിവാസികളിൽ നല്ലൊരു ഭാഗവും കൃഷിക്കാരും ആട്ടിടയന്മാരും മുക്കുവരുമാണ്. അവർ പൊതുവെ അധ്വാനശീലരായിരുന്നു. നസറേത്തിൻ്റെ തെരുവിൽ പലർക്കും പരിചയമുള്ള ഒരു തച്ചൻ്റെ പണിപ്പുര കാണാം. ആ തച്ചൻ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. പേര് യോസെഫ്. വീടും കൃഷി ഉപകരണങ്ങളും പണിയാൻ ആഗ്രഹിക്കുന്നവർ അന്ന് യോസെഫിനെ സമീപിക്കുമായിരുന്നു. അധിക സമയവും യോസെഫ് വീട്ടിലിരുന്ന് തന്നെ പണി ചെയ്യുകയാണ് പതിവ്. അവിടെ ഇരുന്നാൽ അയാൾക്ക് നിരത്തിൽ കൂടി പോകുന്നവരെ കാണാം. പലതരക്കാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ആ നിരത്തിലൂടെ കടന്നു പോവാറുണ്ട്. ഒരു ദിവസം വെള്ളം കോരാൻ വേണ്ടി പതിവായിട്ട് വരാറുള്ള ഒരു യുവതി യോസെഫിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രമായി. ഒരു ഒഴിഞ്ഞ കുടം തലയിൽ വെച്ച് സാവകാശത്തിൽ മാത്രം നടന്നു വരുന്ന ആ യുവതിയുടെ മുഖത്ത് സദാ കുലീനതയും വിനയവും തെളിഞ്ഞ് കാണാമായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തിൻ്റെ ഇരുവശത്തേക്കും തലമുടി വീണ് കിടക്കുന്നുണ്ടാവും. ഇളനീല നിറത്തിലുള്ളൊരു മേലങ്കി കൊണ്ട് തല സ്വല്പം മൂടിയിട്ടുണ്ടാവും. കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധതയും കാരുണ്യവുമാണ്. സൗന്ദര്യമൊത്ത മുഖം സദാ തേജസ്സാർന്നും പ്രശാന്തവും പ്രസന്നവുമായിട്ടും തുടർന്നു. കൂടെയുള്ളവർ സംസാരിക്കുന്നതിൽ നിന്ന് മറിയ എന്നാണ് ആ പെൺകുട്ടിയുടെ പേരെന്ന് യോസെഫിന് മനസ്സിലായി. യോസെഫ് അതുവരെ മറിയയോട് ഒന്നും തന്നെ ചോദിക്കുകയുണ്ടായിട്ടില്ല. പേരിനൊന്നും സംസാരിക്കാൻ ശ്രമിക്കുക കൂടി ഉണ്ടായിട്ടില്ല. യെരുശലേമിൽ നിന്ന് വന്നവരാണ് അവരുടെ പൂർവികരെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അധികം ദൂരെ അല്ലാത്തൊരിടത്താണ് അവൾ താമസമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായാലും അധികം നേരം കളയാതെ യോസെഫ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ചെന്ന് കണ്ട് അവരുടെ ഇഷ്ടം അറിയാൻ ഉറച്ചു. ആരോഗ്യം തുളുമ്പുന്ന ദൃഢഗാത്രനാണ് യോസെഫ്. മധുരപലഹാരങ്ങൾ അടങ്ങിയൊരു പൊതിയുമായി അദ്ദേഹം മറിയയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ചെന്നു. അവിടെ മറിയയുടെ പിതാവ് ജോക്കിമും മാതാവ് അന്നയും അയാളെ സ്വീകരിച്ചു. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം അയാൾ അവരോട് തൻ്റെ ആഗമനോദ്ദേശ്യം അറിയിച്ചു. മകളുടെ അഭിപ്രായം തിരക്കിയ ശേഷം അന്നയും ജോക്കിമും ആ ബന്ധത്തിന് സമ്മതം മൂളി. കാതിലൊന്നും ഇടാതെ ഒരു ഇളനീല വസ്ത്രവും ധരിച്ച് മറിയ അവിടേക്ക് വന്നു. ജോക്കിം മറിയയുടെയും യോസെഫിൻ്റെയും കൈപിടിച്ച് അവരെ അനുഗ്രഹിച്ചു. അതോടെ അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയവും കഴിഞ്ഞു. യഹൂദർക്കിടയിൽ അന്ന് കല്യാണ നിശ്ചയം എന്ന് പറയുന്നത് കല്യാണം പോലെ തന്നെയായിരുന്നു. നിശ്ചയം കഴിയുന്ന അന്ന് തൊട്ട് ഭാര്യയുടെ സ്ഥാനമാണ് പ്രതിഷ്ഠിത വധുവിനുണ്ടായിരുന്നത്. ഭർത്താവുമൊത്ത് താമസിക്കാൻ പോകുന്നത് 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ന് മാത്രം. അതിനു മുമ്പ് വിവാഹ കർമ്മവും നടക്കും. നിശ്ചയചടങ്ങ് കഴിയുമ്പോൾ മറിയയ്ക്ക് വെറും 15 വയസ്സായിരുന്നു പ്രായം. യോസെഫിന് 24. ദൈവവിചാരമുള്ള ഒരു കുടുംബമായിരുന്നു ജോക്കിമിൻ്റേത്. മറിയയ്ക്ക് പ്രായത്തിൽ കവിഞ്ഞ ദൈവഭക്തിയും ഉണ്ടായിരുന്നു. തീരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാനും ദൈവത്തെപ്പറ്റി ചർച്ച ചെയ്യാനും മറ്റുള്ളവർ ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കാതോർക്കാനും അവൾക്ക് വലിയ താല്പര്യമായിരുന്നു. യേശുവിൻ്റെ ജനനത്തിലേക്കാണ് ഇവിടെ നിന്ന് കാര്യങ്ങൾ പോകുന്നത്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള റെഫറൻസ് KP കേശവമേനോൻ്റെ യേശുദേവൻ എന്ന യേശു ജീവചരിത്ര പുസ്തകമാണ്. മറിയയെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ട തയ്യാറെടുപ്പുകളൊക്കെയും താൻ പൂർത്തിയാക്കിയെന്ന് യോസെഫ് മറിയയുടെ വീട്ടിലെത്തി ജോക്കിമിനെയും അന്നയെയും അറിയിച്ചു. കുറേ നേരം അവിടെ കഴിച്ചു കൂട്ടിയ ശേഷം യോസെഫ് തിരിച്ചുപോയി. കുറെ കൂടി കഴിഞ്ഞ് മറിയ താഴത്തെ തളത്തിലൂടെ നടന്ന് കോണി കയറി വെൺമാടത്തിൻ്റെ അറ്റത്തെത്തി. ജാനകത്തിലൂടെ കണ്ട ആകാശത്തിന് അപ്പോൾ ചോരച്ചോപ്പ് നിറമായിരുന്നു. കുളിർമയുള്ള മന്ദമാരുതൻ വീശിക്കൊണ്ടിരുന്നു. ജ്വലിച്ചുകൊണ്ടിരുന്ന നക്ഷത്രങ്ങളും ഉദയചന്ദ്രനും അന്തരീക്ഷത്തിൻ്റെ ശാന്തതയ്ക്ക് മാറ്റുകൂട്ടി.
എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ മറിയയുടെ ഹൃദയത്തിൽ കടന്നുകൂടി. മറിയ കൈകൾ രണ്ടും കൂപ്പി പ്രാർത്ഥിച്ചു. ഒരു പ്രകാശധാര പതുക്കെ പതുക്കെ തന്നിലേക്ക് ഒഴുകുന്ന അനുഭവം മറിയയെ ആനന്ദഭരിതയാക്കി. ആ വിങ്ങി നിറയലിൽ അവൾക്ക് പൊട്ടിക്കരയാൻ തോന്നി. കണ്ണുമിഴിച്ച് നോക്കിയപ്പോൾ അസാധാരണമായൊരു പരിവേഷം അവൾ കൺമുന്നിൽ കണ്ടു. അതിന് മധ്യത്തിൽ ദിവ്യമായിട്ടുള്ളൊരു തേജോരൂപം നിൽക്കും പോലെയും അവൾക്ക് തോന്നി. ദയാപൂർണവും മധുരഗംഭീരവുമായ സ്വരത്തിൽ ആ രൂപം അവളെ അഭിസംബോധന ചെയ്തു. ദൈവം നിന്റെ കൂടെയുണ്ട്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന് കേട്ട് ആശ്ചര്യഭരിതയായ മറിയ ഒരക്ഷരം ഉരിയാടാതെ ഇളകാതെ അവിടെ നിന്നു. ആ സ്വരൂപം വീണ്ടും സംസാരം തുടർന്നു. നിനക്ക് ഒരു പുത്രൻ ജനിക്കും, യേശു എന്നായിരിക്കും അവൻ്റെ പേര്. അവൻ ലോകവന്ദ്യനായ ഒരു മഹാപുരുഷനായി ഉയരും. അവൻ്റെ സ്വാധീന മേഖല അതിരില്ലാത്തതായിരിക്കും. ദൈവപുത്രൻ എന്ന് അവൻ അറിയപ്പെടും. ഈ വാക്കുകൾ മറിയയെ അമ്പരപ്പിച്ചു, ആശങ്കാകുലയാക്കി. പുരുഷനെ അറിയാത്ത എനിക്ക് ഒരു പുത്രൻ ജനിക്കുകയോ എന്ന് ശാന്തസ്വരത്തിൽ മറിയ ചോദിച്ചപ്പോൾ കാരുണ്യം തുളുമ്പുന്ന നേത്രങ്ങളോടെ ആ സ്വരൂപം മറിയയെ ഒന്ന് നോക്കി. കുറെ കൂടി അടുത്തു വന്ന്, അത് പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവേശിക്കും, ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അതുകൊണ്ട് തന്നെയാണ് നിന്റെ കുട്ടിയെ ദേവപുത്രൻ എന്ന് വിളിക്കുന്നത് എന്ന് താണസ്വരത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ നസ്രത്ത് ഗ്രാമത്തിലെ ആ പെൺകുട്ടിക്കുമേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആവേശിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ആ ദിവ്യസ്വരൂപം അപ്രത്യക്ഷമായി. മറിയ അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. മാനവരാശിയെ മോചിപ്പിക്കുന്നതിനായി ഒരു രക്ഷകൻ കന്യകയിൽ ജനിക്കുമെന്നും അത് ദാവീദിൻ്റെ വംശത്തിലായിരിക്കുമെന്നും 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് അപ്പോൾ മറിയയ്ക്ക് ഓർമ്മ വന്നു. ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള നിയോഗം ഇനി എനിക്കാണ് എന്നുണ്ടോ, ഞാൻ അത്രമേൽ അനുഗ്രഹീതയാണോ എന്നൊക്കെയുള്ള വിചാരങ്ങൾ അപ്പോൾ മറിയയുടെ മനസ്സിൽ ഉദിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ നിന്ന് ഉണരും പോലെ മറിയ അവിടെ നിന്ന് എഴുന്നേറ്റു. ചെന്ന് നോക്കുമ്പോൾ മാതാപിതാക്കൾ രണ്ടുപേരും നല്ല ഗാഠമായ ഉറക്കത്തിലാണ്. അവർ ഉണർത്തേണ്ട എന്ന് ഉറപ്പിച്ച് മറിയ മടങ്ങുന്നു. രാത്രിയിൽ അവൾക്ക് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഉറക്കമേ വരുന്നില്ല. അവൾ തന്നെ മുറിക്കുള്ളിൽ ഒരു വെരുകിനെ പോലെ തലങ്ങും വിലങ്ങും ഉലാത്തി. നിന്റെ ബന്ധുവായിട്ടുള്ള എലിസബത്ത് വയസ്സായിട്ടും 6 മാസം മുമ്പ് മാത്രമല്ലേ ഗർഭം ധരിച്ചത്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് അതുകൊണ്ട് തന്നെ നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ആ ദിവ്യസ്വരൂപം നേരത്തെ തന്നോട് പറഞ്ഞത് അപ്പോൾ മറിയയ്ക്ക് ഓർമ്മ വന്നു. സഖരിയാവിൻ്റെ പത്നിയും തൻ്റെ അടുത്ത ബന്ധുവുമായ എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ഒരുപക്ഷെ തൻ്റെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയേക്കുമെന്ന് മറിയയ്ക്ക് അപ്പോൾ തോന്നി. അവൾ ഉടനടി അങ്ങോട്ട് പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് അവൾ ധൃതിപ്പെട്ട് അമ്മയ്ക്കൊരു കത്തും എഴുതി വെച്ചു. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ വീടിൻ്റെ കതക് തുറന്ന് ഉമ്മറത്തേക്കിറങ്ങി. ചുറ്റിനും നിശബ്ദതയാണ്. ആകാശത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങൾ താൻ എവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കി നിൽക്കുകയാണോ എന്ന് അവൾ സ്വയം ചോദിച്ചു. പെട്ടെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ അവൾ നിരത്തിലേക്കിറങ്ങി ഏകാകിനിയായി യാത്ര തുടങ്ങി. അസമയമായിട്ടും മറിയയ്ക്ക് യാത്ര ചെയ്യാൻ ഒട്ടും ഭയം തോന്നുന്നില്ല. മറിയയുടെ വീടിരിക്കുന്ന നസറേത്തിൽ നിന്ന് എലിസബത്തിൻ്റെ വീട് നിൽക്കുന്ന അബിയാക്കൂറിലേക്ക് ഏതാണ്ട് 75 നാഴികയോളമുണ്ട് ദൂരം. നടന്നു തുടങ്ങി 3-ാമത്തെ ദിവസം സന്ധ്യയോടെ മറിയ യെരുശലേമിന് 4 നാഴിക അടുത്തുള്ള അബിയാക്കൂറിലെത്തുന്നു. മറിയ ഇങ്ങനെ നസറേത്തിൽ നിന്ന് ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിപ്പോയതിൻ്റെ അടുത്ത ദിവസം രാവിലെ മാത്രമാണ് അവളുടെ അച്ഛനമ്മമാർ ഈ വിവരം അറിയുന്നത്. ഞാൻ പോവുകയാണ് എലിസബത്തിൻ്റെ അരികിലേക്ക് എന്നു മാത്രമാണ് കത്തിലുള്ളത്. കത്ത് വായിച്ച ജോക്കിമിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇടർന്ന തൊണ്ടയോടെ അത് അയാൾ അന്നയ്ക്ക് വായിച്ചു കൊടുത്തു. യഹോവ മകളെ രക്ഷിക്കട്ടെ എന്ന് അവരിരുവരും പരസ്പരം നെടുവീർപ്പിടുകയും ചെയ്തു. ഇങ്ങനൊരു വിവരം അറിഞ്ഞ ശേഷം ജോക്കിം ആദ്യം ചെയ്യുന്നത് ഈ കാര്യം പ്രതിശ്രുതപരനായിട്ടുള്ള യോസെഫിനെ നേരിൽ ചെന്ന് അറിയിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ആരോടും പറയാതെ എലിസബത്തിനെ തേടി മരിയ പോയിക്കളഞ്ഞത് എന്ന കാര്യത്തിൽ മാത്രം അവർക്ക് ആർക്കും ഒരു വ്യക്തതയും ഉണ്ടായില്ല. എന്തിനും ദൈവം അവളെ രക്ഷിക്കട്ടെ എന്ന് മാത്രം അവർ വീണ്ടും പറഞ്ഞു. അവിടെ അബിയാക്കൂറിൽ എലിസബത്തിൻ്റെ വീട്ടിലെത്തിയ മറിയ അവളെ കാര്യങ്ങളൊക്കെയും അറിയിച്ചു. വന്ന സ്ഥിതിക്ക് ഇനി എലിസബത്തിൻ്റെ പ്രസവം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് മരിയ ഉറപ്പിക്കുകയും ചെയ്തു. ആ വീട്ടിലെ ജോലികളെല്ലാം അവൾ ഏറ്റെടുത്തു. ഇടയ്ക്ക് വിവരങ്ങളൊക്കെയും മരിയ അമ്മയെ കത്തെഴുതി അറിയിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം എലിസബത്ത് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഭാര്യ എലിസബത്തിൻ്റെ ഗർഭവർത്തമാനം അറിഞ്ഞപാടെ സംസാരശേഷി നഷ്ടമായിരുന്ന ഭർത്താവ് സെഖര്യാവിന് ഈ കുഞ്ഞുണ്ടായിരുന്ന തൊട്ടു പിന്നാലെ ശബ്ദം വീണ്ടും കിട്ടിയതും ആ വീട്ടിൽ സന്തോഷം നിറച്ചു. അവരാ കുഞ്ഞിനെ യോഹന്നാൻ എന്ന് പേരിട്ട് വിളിച്ചു. എലിസബത്തിൻ്റെ പ്രസവം നിർബാധം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ മറിയ നസറേത്തിലെ തൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്യുന്നു. അച്ഛനമ്മമാരെ കണ്ട ശേഷം അവൾ നേരെ ചെല്ലുന്നത് യോസെഫിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. അച്ഛൻ ജോക്കിമും ആ യാത്രയിൽ അവളെ അനുഗമിച്ചു. എനിക്ക് ചിലതെല്ലാം പറയാനുണ്ട് എന്ന മുഖവരയോടെ മറിയ യോസെഫിനോട് സംസാരിച്ചു തുടങ്ങി.
ഞാൻ ഗർഭിണിയാണ് എന്ന് അവൾ വെട്ടിത്തുറന്നു തന്നെ പറഞ്ഞതോടെ ജോസഫ് ഒന്ന് നടുങ്ങി. ഭൂമി രണ്ടായി പിളർന്ന് താൻ അതിൻ്റെ അഗാധതയിലേക്ക് വീണു പോകുന്ന പോലെ ഒരു അനുഭവം അയാൾക്കുണ്ടായി. തികച്ചും ശാന്തമായ സ്വരത്തിലാണ് മരിയ യോസെഫിനോട് അക്കാര്യം പറയുന്നത്. എന്തു മറുപടിയാണ് പറയേണ്ടത് എന്ന് യോസെഫിന് അപ്പോൾ നിശ്ചയമുണ്ടായില്ല. തനിക്ക് വിവാഹം നിശ്ചയിച്ച പെണ്ണ് ആദ്യം വീട് വിട്ട് ഓടിപ്പോവുക, കുറേ ദിവസം ഏതോ അജ്ഞാത പട്ടണത്തിൽ പോയി താമസിച്ചിട്ട് മടങ്ങി വരിക, അതും ഗർഭിണിയായി. യോസെഫ് പരിഭ്രാന്തനായതിൽ അത്ഭുതമില്ല. എന്നാൽ മരിയ അടുത്തതായി പറഞ്ഞ വാചകം അയാളെ കൂടുതൽ ഞെട്ടിച്ചു. എൻ്റെ ഗർഭത്തിലുള്ളത് മനുഷ്യൻ്റെ കുട്ടിയല്ല, തൻ്റെ വയറ്റിലുള്ളത് ദൈവത്തിൻ്റെ പുത്രനാണ് എന്നും സെഖര്യാവിനെ പ്രത്യക്ഷപ്പെട്ട അതേ ദൈവദൂതൻ തനിക്കും പ്രത്യക്ഷപ്പെട്ടു എന്നും ലോകം കാത്തിരിക്കുന്ന രക്ഷകനായിരിക്കും ആ കുഞ്ഞ് എന്ന് ദൈവദൂതൻ തന്നോട് പ്രവചിച്ചു എന്നും മരിയ യോസെഫിനോട് പറയുന്നു. എന്നാൽ ഈ വാക്കുകൾ യോസെഫിൻ്റെ പരിഭ്രമവും പാരവശ്യവും വർദ്ധിപ്പിക്കുന്നു. എന്തേ ദൈവദൂതൻ ഇതൊന്നും എന്നെ നേരിൽ അറിയിച്ചില്ല എന്ന് അയാൾ പരിഭവിച്ചു. എന്തായാലും മരിയ പറഞ്ഞ ഈ കഥ ഒറ്റയടിക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ യോസെഫിന് സാധിക്കുന്നില്ല. ഞാൻ ഇതേപ്പറ്റിയെല്ലാം ഒന്ന് ആലോചിക്കട്ടെ, നമുക്ക് നാളെയും കാണാമെന്നും പറഞ്ഞ് അവർ തമ്മിൽ പിരിയുന്നു. മരിയ യോസെഫിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും പുറത്ത് നേരം വല്ലാതെ ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ഒരു നക്ഷത്രം പോലുമില്ലാത്ത ആകാശം. അന്ന് രാത്രി യോസെഫിനൊരു കാളരാത്രി തന്നെയായിരുന്നു. ദൈവമേ, എൻ്റെ മനസ്സിനെ നീ ആശ്വാസപ്പെടുത്തിയാലും ബന്ധു നീർന്ന ഈ ഹൃദയത്തെ നീ ശാന്തമാക്കിയാലും എന്ന് അയാൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പലതരം ചിന്തകളെ മനസ്സിലിട്ട് പെരുക്കിയും കരഞ്ഞും വികാരഭരിതനായി നെടുവീർപ്പിട്ടും കുറേ നേരം കിടന്ന് തളർന്നപ്പോൾ ഒടുവിൽ യോസെഫ് ഗാഢനിദ്രയിലാണ്ടു. അന്ന് രാത്രി അയാളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ സെഖര്യാവിനെയും മരിയയെയും സമീപിച്ച അതേ ദിവ്യസ്വരൂപം യോസെഫിനെയും തേടിയെത്തി. സ്വപ്നമായിരുന്നു അതെങ്കിലും കണ്ണും മിഴിച്ചിരുന്ന് കാണുന്നത് പോലെയാണ് യോസെഫിന് അനുഭവപ്പെട്ടത്. യോസെഫെ, നിനക്ക് യാതൊരു സംശയവും വേണ്ട, യാതൊരു ഭയവും വേണ്ട. നീ മരിയയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കണം. അവളുടെ ഗർഭത്തിലുള്ള ശിശു ദൈവത്തിൻ്റെതാണ്. അവന് നീ യേശു എന്ന് പേരിടണം. ലോകരക്ഷയ്ക്ക് വേണ്ടി പിറക്കുന്ന ശിശുവാണത്. സ്വപ്നം അവസാനിച്ചിട്ടും ഉറക്കമിട്ടുണർന്നിട്ടും യോസെഫ് കുറേ നേരം കൂടി മെത്തയിൽ അങ്ങനെ തന്നെ കിടന്നു. ആ സ്വപ്നം യോസെഫിൻ്റെ മനസ്സിൽ അവശേഷിച്ചിരുന്ന സംശയത്തിൻ്റെ അവസാന കണിക കൂടി നീക്കം ചെയ്തു. ഒട്ടും വൈകാതെ അയാൾ മരിയയുമൊത്തുള്ള തൻ്റെ വിവാഹ ചടങ്ങ് നടത്തി. അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോന്നു. എന്നാൽ യോസെഫിനും മരിയയ്ക്കും നസറത്തിൽ അധികകാലം സ്വൈരജീവിതം തുടരാൻ സാധിക്കുന്നില്ല. അതിനിടയിൽ ഒരു സവിശേഷ സാഹചര്യത്തിൽ ആ ദമ്പതികൾക്ക് ബേത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ഒരു കാനേഷുമാരി കണക്കെടുക്കാൻ ചക്രവർത്തി ഉത്തരവിട്ടു. അതിനുള്ള ഒരുക്കങ്ങൾ അധികാരികൾ ആരംഭിച്ചു. എന്നാൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ആളെണ്ണി കണക്കെടുക്കുന്നതൊക്കെ അവർക്ക് വലിയ വിരോധമായിരുന്നു. എന്നാൽ റോമ ചക്രവർത്തി പറഞ്ഞാൽ പിന്നെ അതിന് മറുവാക്ക് പറയാനൊന്നും നിർത്തിയില്ല. ഈ കാനേഷുമാരി കണക്കെടുക്കാൻ ഓരോരുത്തരും അവരവരുടെ പൂർവികന്മാർ എവിടെ പാർത്തിരുന്നോ അവിടേക്ക് എത്തേണ്ടതുണ്ട്. യോസെഫും മരിയും ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവരാണ്. ദാവീദ് വംശത്തിൻ്റെ ഉത്ഭവസ്ഥാനം ബെത്ലഹേമാണ്. കാനേഷുമാരി കണക്കിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നേ മതിയാവൂ. അങ്ങനെ ചക്രവർത്തിയുടെ കൽപ്പന പാലിക്കാൻ വേണ്ടി നിർഗർഭിണി ആയിരിക്കെ അങ്ങനെ ഒരു യാത്ര ഏറെ ദുഷ്കരമാണ് എങ്കിലും ഈ ദമ്പതികൾ ബെത്ലഹേമിലേക്ക് പുറപ്പെട്ടു ചെല്ലുന്നു. ഈ ബെത്ലഹേം എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് 6 നാഴിക തെക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി ഉയരമുള്ള ഒരു കുഞ്ഞു ഗ്രാമം. ഏതാണ്ട് 1000-ഓളം ആളുകൾ മാത്രമേ അവിടെ അന്നുണ്ടായിരുന്നുള്ളൂ. അധികവും ആട്ടിടയന്മാരോ സാധുക്കളായിട്ടുള്ള കൃഷിക്കാരോ ഒക്കെ ആയിരുന്നു. യെരുശലേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള വഴിക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബെത്ലഹേം. യാത്രക്കാരുടെ ഒരു താവളം കൂടിയാണ് ഈ സ്ഥലം. നസറത്തിൽ നിന്ന് തെക്ക് ദിക്കിലേക്ക് ഏതാണ്ട് 80 നാഴിക പോയാലാണ് ബെത്ലഹേമിലെത്തുക. അന്നത്തെ കണക്കനുസരിച്ച് 3-4 ദിവസത്തെ യാത്രയുണ്ട്. കോവർ കഴുതയുടെ പുറത്തേറിയാണ് മരിയയുടെ യാത്ര. യോസെഫും മരിയയുടെ അച്ഛൻ ജോക്കിമും കടിഞ്ഞാൻ പിടിച്ച് കൂടെ നടക്കുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയാണ് മരിയ എന്നത് യോസെഫിനെയും ജോക്കിമിനെയും അന്നയെയും അലട്ടുന്നു. എന്നാൽ ബെത്ലഹേം അങ്ങ് ദൂരെയായി കണ്ണിൽ പെട്ടതോടെ അവരുടെ മനസ്സിൽ വലിയ ആഹ്ലാദം തോന്നി. വെള്ള നിറത്തിലുള്ള കെട്ടിടങ്ങളും പച്ചപിടിച്ച വയലുകളും അത്തിമരങ്ങളും ഒലിവ് വൃക്ഷങ്ങളുമൊക്കെ അവരുടെ സന്തോഷം ഇരട്ടിപ്പിച്ചു. നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന് യോസെഫ് മരിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. നഗരത്തിലേക്ക് അടുക്കും തോറും ജനത്തിരക്ക് ഏറിയേറി വന്നു. കാനേഷുമാരി സമയമായതുകൊണ്ട് പലയിടത്തു നിന്നുമുള്ള നിരവധി സന്ദർശകർ വന്ന് ആ പട്ടണം നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സത്രങ്ങളൊന്നുമുള്ള ഒരിടമല്ല ബെത്ലഹേം. ഒറ്റമുറിയുള്ള വീടുകളിൽ പോലും 5-6 പേര് വെച്ചാണ് അന്ന് തിങ്ങി നിറഞ്ഞ് കൂടിയിട്ടുള്ളത്. പലയിടത്തും കയറിയിറങ്ങി നടന്നിട്ടും ഇവർക്ക് താമസിക്കാനൊരു മുറി അന്ന് തരപ്പെടുന്നില്ല. രാത്രിയിൽ തന്നെ പ്രസവം നടക്കാൻ ഇടയുണ്ടെന്ന് മരിയയുടെ മുഖത്തെ ആയാസം കണ്ടപ്പോൾ യോസെഫിന് തോന്നി ഏതു വിധേനയും ഒരു മുറി തരപ്പെടുത്തിയേ പറ്റൂ.
യോസഫ് ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നു. ഒടുവിൽ ദൂരെയായി ഒരു സത്രം അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുന്നു. അതിൻ്റെ സൂക്ഷിപ്പുകാരൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് യോസഫിനോട് എന്തു വേണം എന്ന് തിരക്കി. എൻ്റെ ഭാര്യ പ്രസവിക്കാറായിരിക്കുന്നു, ഞങ്ങൾക്ക് ഇന്നൊരു രാത്രി കഴിയാൻ ഒരു മുറി വേണമെന്ന് യോസഫ് അയാളോട് പറയുന്നു. മുറി ഒഴിവില്ല എന്ന് സത്രമുടമ. അത്യാവശ്യമാണ് എന്നറിയിച്ചപ്പോൾ അവർ ആ സത്രത്തിലെ തൊഴുത്തിൽ തൽക്കാലത്തേക്ക് തലചായ്ക്കാൻ വേണ്ടത് ചെയ്തു കൊടുക്കാമെന്ന് അവരോട് പറയുന്നു. തൊഴുത്തെങ്കിൽ തൊഴുത്ത്, എവിടെ ആയാലും ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു മറിയയുടെ മനോവിചാരം. വിശാലമായൊരു ഗുഹ പോലെയായിരുന്നു ആ തൊഴുത്ത്. ഒരു കൈയിൽ വിളക്കും മറുകൈയിൽ മറിയയുടെ കയ്യും പിടിച്ച് യോസഫ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കൽപ്പടവുകളിലൂടെ ആ തൊഴുത്തിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിച്ചെന്നു. സത്രമുടമയും ഭാര്യയും കൂടി ചുമരിനരികെ വൈക്കോൽ വിരിച്ച് മറിയയ്ക്ക് കിടക്കാൻ വേണ്ടി ഒരു മെത്തയുണ്ടാക്കി. അതിനുമേൽ തുണി വിരിച്ച് ഒരു തലയിണയും വെച്ചു കൊടുത്തു. ശേഷം ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ എന്നും പറഞ്ഞ് അവർ സ്ഥലം വിട്ടു. സ്വല്പം ദൂരത്തായി കന്നുകാലികൾ വൈക്കോല് തിന്നുന്നുണ്ട്. മറിയയും സംഘത്തെയും കണ്ടപ്പോൾ തങ്ങളുടെ സ്ഥലം കയ്യേറാൻ വന്നിരിക്കുന്ന ഇവർ ആരെന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ കാലിത്തൊഴുത്തിലാണ് പരിശുദ്ധനായിട്ടുള്ള മനുഷ്യപുത്രൻ സാക്ഷാൽ യേശുദേവൻ ജനിച്ചു വീഴുന്നത്. ഈ അവസരത്തിൽ ക്രിസ്തു ജീവചരിത്രമായിട്ടുള്ള യേശുദേവനിൽ KP കേശവമേനോൻ നടത്തുന്ന ശ്രദ്ധേയമായ നിരീക്ഷണം ഇങ്ങനെയാണ്: തിരുപ്പിറവി എത്ര അർത്ഥവത്താണ്. ലോകം തന്നെ ഒരു വലിയ തൊഴുത്തല്ലേ, ചണ്ടിയും ചവറും അഴുക്കും ചെളിയും നിറഞ്ഞ ഒരു സ്ഥലം. ലോകത്തെ പരിശുദ്ധമാക്കാൻ വരുന്ന ദൈവപുത്രന് പിറക്കാൻ ഇതിനും പറ്റിയ സ്ഥലം ഏതാണ് എന്ന് കേശവമേനോൻ ചോദിക്കുന്നു. എന്തായാലും കാലിത്തൊഴുത്തിൽ അന്തിയുറങ്ങാൻ കിടന്ന മറിയയ്ക്ക് രാത്രിയോടെ പ്രസവവേദന ഏറിത്തുടങ്ങുന്നു. ചൂടുവെള്ളവുമായി അന്ന മകളെ പരിചരിച്ച് കൂടെ നിന്നു. പുറത്ത് യോസഫ് ആദിമൂത്ത് വെരുകിനെ പോലെ ഉലാത്തിക്കൊണ്ടിരുന്നു. അർദ്ധരാത്രിയോടെ അകത്തുനിന്ന് ഒരു നവജാത ശിശുവിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി. അല്പനേരത്തിനുള്ളിൽ അന്നയുടെ അനുമതിയോടെ അയാൾ തൻ്റെ ഭാര്യയ്ക്ക് അരികിലേക്ക് ചെന്നു. അകത്ത് മങ്ങിയ വെളിച്ചം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. മറിയ കിടക്കുന്ന പുൽമെത്തയ്ക്ക് അരികിലേക്ക് ചെന്ന് യോസഫ് അതിൽ മുട്ടുകുത്തി നിന്നു. വിളർത്ത മുഖത്തോടെ ക്ഷീണിച്ചു കിടന്ന മറിയ ഒരു നേരിയ പുഞ്ചിരിയോടെ അപ്പോൾ യോസഫിനെ നോക്കി. തുണിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ അന്ന യോസഫിൻ്റെ നേർക്ക് നീട്ടി. തൻ്റെ മുന്നിൽ കണ്ട ആ കോമള രൂപത്തെ, ലോകാനുഗ്രഹത്തിനു വേണ്ടി ജന്മമെടുത്ത ആ പുണ്യ ശിശുവിനെ യോസഫ് കൺകുളിർക്കെ നോക്കി ആസ്വദിച്ചു. പലവിധ ചിന്തകൾ ആ നേരത്ത് യോസഫിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പെട്ടെന്ന് പുറത്തെ വാതിലിൽ തുടർച്ചയായി ഒരു മുട്ട് കേട്ടു. പുറത്ത് 4-5 പേർ സംസാരിക്കുന്ന ശബ്ദവും യോസഫ് കേട്ടു. മരിയെ ഉണർത്താതെ ശ്രദ്ധിച്ച് പതുക്കെ നടന്നു ചെല്ലുന്ന യോസഫ് കാണുന്നത് താടി നീട്ടി വളർത്തിയ 4-5 പേരെയാണ്. നിങ്ങൾ ആരാണ് എന്ന് യോസഫ് ചോദിച്ചു. ഞങ്ങൾ സ്വല്പം ദൂരെ നിന്ന് വരുന്ന ആട്ടിടയന്മാരാണ് എന്ന് അവരുടെ മറുപടി. ഈ അസമയത്ത് നിങ്ങൾക്ക് എന്തു വേണമെന്ന് യോസഫിൻ്റെ തുടർ ചോദ്യം. ഒരു വിവരമറിയാൻ വന്നതാണ്. ഇന്നിവിടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ എന്ന് അവർ വീണ്ടും ചോദിക്കുന്നു. നിങ്ങൾ ആട്ടിടയന്മാരാണ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത് എന്ന് സംശയം നിഴലിക്കുന്ന ശബ്ദത്തിൽ യോസഫിൻ്റെ മറുപടി. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല എന്നും പറഞ്ഞ് സംഭാഷണം തുടരുന്ന ആട്ടിടയന്മാർ അവരുടെ ആഗമനോദ്ദേശ്യം വെളിപ്പെടുത്തി. കുറച്ചു നേരം മുമ്പ് അവർ ഒരു അത്ഭുത കാഴ്ച കണ്ടുപോലും. ആടുകളെ നോക്കി അകലെ ഒരു കുന്നിൻ ചെരുവിൽ ഇരിക്കുകയായിരുന്നു അവർ. അപ്പോൾ ഒരു വെളിച്ചം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്രേ. ഒരു അശരീരി പോലെ ചില വാക്കുകളും ഒപ്പം അവർ കേട്ടു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ലോകരക്ഷകനായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ പട്ടണത്തിൽ തന്നെയാണ് ജനനം. മൂടിപ്പൊതച്ച് ആ കുട്ടി ഒരു പുൽത്തട്ടിയിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വാക്കുകളെ തുടർന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ഗാനം ആലപിക്കുന്നതും ഞങ്ങൾ കേട്ടു എന്ന് അയാൾ തുടർന്നു പറഞ്ഞു. ഈ അശരീരി വാക്യം കേട്ട ഉടനെ അങ്ങനെ ഒരു ശിശുവിനെ തേടി പുറപ്പെട്ടവരായിരുന്നു ഈ ആട്ടിടയന്മാർ. തങ്ങൾ വളരെ കാലമായി കാത്തിരിക്കുന്ന ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമായി. പലരോടും അന്വേഷിച്ച് പഠിച്ചാണ് ഒടുവിൽ ഈ കാലിത്തൊഴുത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും യോസഫ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ദിവ്യ ശിശുവിനെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനു മുന്നിൽ സന്ദർശകരായിട്ടെത്തിയ ഈ ആട്ടിടയന്മാർ ഏറെ നേരം മുട്ടിൽ നിന്നു. ശേഷം ആശ്ചര്യവും ആനന്ദവും നിറഞ്ഞ ഹൃദയത്തോടെ അവർ മടങ്ങിപ്പോയി. ഈ സംഭവം യോസഫിനെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനാക്കി. അയാൾക്ക് നേരത്തെ ഉണ്ടായ സ്വപ്നദർശനത്തെക്കാൾ കൂടുതൽ വ്യക്തമായ സൂചനയായിരുന്നു ഇത്. ആട്ടിടയന്മാർ നൽകിയ വിവരണം യോസഫിനെ ഒരുപോലെ അത്ഭുതപ്പെടുത്തുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു. പ്രസവം കഴിഞ്ഞ് ഒരുപാട് നാളൊന്നും അവർ ബത്ലഹേമിൽ താമസിക്കുന്നില്ല. കാനേഷുമാരിയുടെ തിരക്കൊഴിഞ്ഞതോടെ അവർക്ക് കുറെ കൂടി നല്ലൊരു വീട് കിട്ടി. അവർ അങ്ങോട്ട് മാറി. അവിടെ വെച്ച് 8-ാം നാൾ അവർ ഈ കുട്ടിയുടെ പരിച്ഛേദന കർമ്മവും നടത്തി. അന്ന് തന്നെ കുഞ്ഞിനവർ യേശു എന്ന് പേരുമിട്ടു.
അങ്ങനൊരു പേരിടാനാണ് ദിവ്യദർശനത്തിൽ കണ്ട സ്വരൂപം മരിയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ആ പേര് തന്നെ കുഞ്ഞിന് അവരിട്ടത്. കുഞ്ഞ് ജനിച്ച് 40-ാം നാൾ അവർ ബെത്ലഹേമിൽ നിന്ന് 6 നാഴിക അകലെയുള്ള യെരുശലേമിലേക്ക് പുറപ്പെടുന്നു. ജൂതന്മാരുടെ അന്നത്തെ ആചാരപ്രകാരം ആൺകുട്ടിയെ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് 40 ദിവസത്തെ അശുദ്ധിയുണ്ട്. 40-ാം ദിവസം ശുദ്ധി വീണ്ടെടുക്കാൻ വേണ്ടി ദേവാലയത്തിലെത്തി ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ആ ചടങ്ങുകൾക്ക് വേണ്ടി യെരുശലേമിലെ ദേവാലയത്തിൻ്റെ പടിവാതിൽക്കലെത്തിയ മരിയ അപ്പോൾ ആ കുട്ടിയുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കുന്നു. കുട്ടി കണ്ണും മിഴിച്ച് ഉറ്റുനോക്കിക്കൊണ്ടാണ് കിടക്കുന്നത്. താൻ പ്രവേശിച്ചത് എവിടെയാണ് എന്ന് കുഞ്ഞിന് നല്ല ബോധ്യമുള്ളതുപോലെ അപ്പോൾ മരിയയ്ക്ക് തോന്നി. ക്രൈസ്തവർ വർഷം തോറും കൊണ്ടാടാറുള്ള ക്രിസ്മസ് ഡിസംബർ 25-നാണ്. യേശുവിൻ്റെ ജന്മദിനമാണ് എന്ന് കരുതിയാണ് പലരും ആ ദിനം ആഘോഷിക്കുന്നത്. വാസ്തവത്തിൽ യേശു ജനിച്ചത് അന്നാണ് എന്ന് പറയാൻ കൃത്യമായ തെളിവുകളൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ ജനനമുണ്ടായി ഏതാണ്ട് 300 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ക്രിസ്മസ് ഒരു ഉത്സവമായിട്ട് ആഘോഷിച്ച് തുടങ്ങിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വസന്ത ഋതുവിൻ്റെ ആരംഭ ദിവസം യേശുവിൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കാൻ നിശ്ചയിച്ചാവാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ക്രൈസ്തവർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മറ്റുള്ളവരും ഈ ദിനം വളരെ ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടാറുണ്ട്. യേശു ജനിച്ച കാലത്ത് ഹെരോദാവിൻ്റെ അധികാരവും പദവിയും അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിരുന്നു. തനിക്കെതിരായി വല്ലവരും പ്രവർത്തിക്കുന്നുണ്ടോ, തൻ്റെ അധികാരവും പദവിയും ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സദാ ആശങ്കയിലായിരുന്നു ഈ രാജാവ്. തൻ്റെ പ്രജകൾ എന്ത് ചിന്തിക്കുന്നു, വിപ്ലവകാരികൾ വിമതർ എന്തു പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ അറിയാൻ ഹെരോദാവിൻ്റെ ചാരന്മാർ നാടെങ്ങും രഹസ്യമായി സഞ്ചരിക്കുമായിരുന്നു. നസറേത്തിലെ കന്യക ശിശുവിനെ പ്രസവിക്കുമെന്നും ആ ശിശു ഇസ്രായേലിൻ്റെ രാജാവായി തീരുമെന്നും അങ്ങനെ ഹെരോദാവിനൊരു എതിരാളി ഉണ്ടാവുമെന്നുമൊക്കെ ഈ പ്രദേശങ്ങളിൽ സംസാരമുണ്ട് എന്ന വിവരവും ഈ ചാരന്മാർ രാജാവിനെ അറിയിച്ചിരുന്നു. കുട്ടിയെ കാലിത്തൊഴുത്തിൽ കണ്ട ആട്ടിടയന്മാരും ഈ വിവരം നാട്ടിൽ പറഞ്ഞു പരത്തി. അതും കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ ഹെരോദാവിൻ്റെ ചെവിയിലെത്തി. ഇതെല്ലാം രാജാവിനെ അസ്വസ്ഥനാക്കി. തനിക്ക് ഭീഷണിയാവുന്ന ആ കുഞ്ഞ് ആർക്ക് എവിടെയാണ് ജനിച്ചത് എന്ന് പക്ഷേ രാജാവിന് അറിയാമായിരുന്നില്ല. ചാരന്മാർ വിവരങ്ങൾ വേണ്ടത്ര കൃത്യതയോടെ തന്നെ അറിയിക്കാത്തതിൽ രാജാവിന് അരിശമുണ്ടായിരുന്നു. അവരോട് കൂടുതൽ ജാഗ്രതയോടെ അന്വേഷണം നടത്താൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ ചാരന്മാർ നടത്തിയ അന്വേഷണത്തിലാണ് അവർക്കൊടുവിൽ കിഴക്ക് നിന്ന് ഒട്ടകപ്പുറത്തേറി വന്ന 3 വിദ്വാൻമാരെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നത്. എവിടെയാണ് ആ കുട്ടി ജനിച്ചിട്ടുള്ളത്, ഇസ്രായേൽ സിംഹാസനം കയ്യേൽക്കാൻ പോകുന്ന ആ കുട്ടി എന്ന് മാത്രമായിരുന്നു ആ വിദ്വാൻമാർക്ക് അറിയേണ്ടിയിരുന്നത്. കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ വിദ്വാൻമാർ കിഴക്ക് ദിക്കിലൊരു പുതിയ നക്ഷത്രത്തെ കണ്ടുപോലും. ഹെരോദാവ് അന്ന് ഈ വിദ്വാൻമാരെ തൻ്റെ സദസ്സിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ കുഞ്ഞ് എന്ന രാജാവിൻ്റെ ചോദ്യത്തിന് അപ്പോൾ അവർക്ക് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. ബെത്ലഹേമിൽ എന്ന് അവ്യക്തമായൊരു ഉത്തരം മാത്രമേ അവരിൽ നിന്ന് അപ്പോൾ രാജാവിന് കിട്ടുന്നുള്ളൂ. ഈ വിദ്വാൻമാർ സദസ്സ് വിട്ടതിന് പിന്നാലെ തൻ്റെ ചാരന്മാരെ ഹെരോദാവ് അവർക്ക് പിന്നാലെ നിയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇവരെ പിന്തുടരാൻ സാധിക്കുന്നില്ല. നേരത്തെ കണ്ട നക്ഷത്രം തന്നെയാണ് ആ വിദ്വാൻമാരെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്കും നയിച്ചത്. ശിശുവിനെയും അമ്മ മരിയയെയും അവർ കണ്ടു വന്ദിച്ചു. ശേഷം കൊണ്ടുവന്നിരുന്ന പെട്ടി തുറന്ന് സുഗന്ധദ്രവ്യങ്ങൾ അടങ്ങിയ കുപ്പികളും പുകയ്ക്കാനുള്ള അറബി കുന്തിരിക്കവും ഒലിവെണ്ണയിൽ നിന്നുള്ള ഒരു ലേപന വസ്തുവും വാസനയുള്ള മട്ടിപ്പശയും ഒരു മുൾച്ചെടിയിൽ നിന്നെടുത്ത മൂര് എന്ന പശയും കുറേ നാണയങ്ങളും ശിശുവിന് അവർ സമ്മാനിച്ചു. കുഞ്ഞിൻ്റെ വിവരം അതോടെ വിദ്വാൻമാർക്ക് കിട്ടിയെങ്കിലും അവർ ഹെരോദാവിനെ കാണാതെ സ്ഥലം വിട്ടു. ഹെരോദാവിൻ്റെ അടുത്തേക്ക് ഇനി പോകരുത് എന്ന് സ്വപ്നത്തിൽ നിർദ്ദേശം കിട്ടിയതിൻ്റെ പേരിലാണ് അവർ അന്നങ്ങനെ ചെയ്തത്. അന്വേഷിച്ച് പിന്നാലെ കൂടിയ ചാരന്മാർക്കും ഈ വിദ്വാൻമാർ ഏതു വഴിക്കാണ് പോയത് എന്ന് പിടികിട്ടിയില്ല. അവരെപ്പറ്റി പിന്നീട് ഒരിക്കലും രാജാവിന് ഒന്നും അറിയാനുമായില്ല. അന്ന് രാത്രിയിൽ തന്നെ യോസെഫിന് വീണ്ടും ഒരു സ്വപ്ന ദർശനമുണ്ടാവുന്നു. നേരത്തെ സ്വപ്നത്തിൽ വന്ന അതേ ദിവ്യ സ്വരൂപം തന്നെയാണ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. ഈ നിമിഷം തന്നെ നീ എഴുന്നേൽക്കണം, മരിയയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെടണം. ഞാൻ നിർദ്ദേശിക്കും വരെ നീ അവിടെ തന്നെ തുടരണം. ഹെരോദാവ് രാജാവ് നിന്റെ ശിശുവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനാൽ ചില മുൻകരുതലുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഈ ശബ്ദം യോസെഫിനോട് ഇങ്ങനെ പറഞ്ഞു. കിഴക്കുനിന്ന് വന്ന് കുഞ്ഞിനെ അന്വേഷിച്ച വിദ്വാൻമാർ തൻ്റെ അടുക്കൽ വിവരവുമായി മടങ്ങിയെത്താതെ കടന്നു കളഞ്ഞത് ഹെരോദാവിനെ വല്ലാതെ കോപിഷ്ഠനാക്കുന്നു. തൻ്റെ സിംഹാസനം കൈക്കലാക്കാനുള്ള കുഞ്ഞ് താൻ അറിയാതെ ബെത്ലഹേമിൽ ജനിച്ചു എന്നത് അയാളെ വല്ലാതെ വെറുപിടിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ഒരു ആൺകുഞ്ഞിനെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നായി രാജാവ്. മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ വിളംബം പണ്ടുമില്ല ഹെരോദാവിന്. ഉടനടി അയാൾ തൻ്റെ പട്ടാള മേധാവിയെ വിളിച്ചു വരുത്തി ബെത്ലഹേമിൽ 2 വയസ്സിൽ താഴെ പ്രായമുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും വധിക്കാൻ ഉത്തരവിട്ടു. രാജകൽപ്പന കിട്ടിയ അടുത്ത നിമിഷം തന്നെ കുന്തവും വാളുമേന്തിയ ഭടന്മാർ അത് പാലിക്കാൻ വേണ്ടി ബെത്ലഹേമിലേക്ക് പാഞ്ഞു പോവുകയും ചെയ്തു. ആ കുഞ്ഞു പട്ടണത്തിൽ കൺമുന്നിൽ കണ്ട 2 വയസ്സിൽ താഴെ പ്രായമുള്ള സകല കുഞ്ഞുങ്ങളെയും അവർ തിരഞ്ഞുപിടിച്ച് അന്ന് രാത്രി കൊന്നുകളഞ്ഞു. അവരൊറ്റ ദിവസം കൊണ്ട് രാജഭടന്മാർ ബെത്ലഹേമിലെ 30ഓളം കുഞ്ഞുങ്ങളെങ്കിലും വധിച്ചു എന്നാണ് പറയപ്പെടുന്നത്.
എന്തായാലും യേശുവിനെ കണ്ടെത്താനോ വധിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. പട്ടാളക്കാർ തിരഞ്ഞെത്തുന്നതിന് മുമ്പ് തന്നെ ദിവ്യദർശനത്തിലൂടെ വിവരമറിഞ്ഞ യോസെഫും മറിയയും കുഞ്ഞിനെയും കൊണ്ട് അപ്പോഴേക്കും ബത്ലഹേം വിട്ടുകഴിഞ്ഞിരുന്നു. ഈജിപ്തിലേക്ക് പലായനം ചെയ്തെത്തുന്ന യോസെഫും മറിയയും കുഞ്ഞുമൊത്ത് കഴിയുന്നത് അലക്സാണ്ട്രിയയിലാണ്. ഹെരോദാവാണെങ്കിൽ ആ കുഞ്ഞിനെ തേടി പല വഴിക്കും അന്ന് ആളെ അയക്കുന്നുണ്ട്. കുഞ്ഞിനെ കിട്ടാത്തതിൻ്റെ ദേഷ്യം പലപ്പോഴും അയാൾ തീർക്കുന്നത് നാട്ടുകാരോട് പല വിധത്തിലുള്ള ക്രൂരതകൾ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഈജിപ്തിലെ പലായന ജീവിതം 4 വർഷം പിന്നിടുന്ന സമയത്തേക്ക് യോസെഫിന് വീണ്ടും ഒരു ദിവ്യദർശനം ഉണ്ടാവുന്നു. ഈജിപ്തിലെ അജ്ഞാതവാസം അവസാനിപ്പിക്കാൻ അത് കാരണമാവുന്നു. എഴുന്നേൽക്കൂ, കുഞ്ഞിനെയും കൊണ്ട് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകൂ. ശിശുവിനെ വധിക്കാൻ ഉദ്ദേശിച്ച രാജാവ് കാലഗതിയടഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല എന്നായിരുന്നു ദർശനത്തിൽ യോസെഫിന് ലഭിച്ച നിർദ്ദേശം. 37 വർഷത്തെ ജനദ്രോഹ ഭരണത്തിന് ശേഷം തൻ്റെ 70-ാം വയസ്സിൽ ഹെരോദാവ് രാജാവ് മരണമടഞ്ഞു. യോസെഫും മറിയയും യേശുവും പലസ്തീനിലേക്ക് തിരികെ എത്തിയപ്പോൾ നിലവിൽ ഹെരോദാവിൻ്റെ മൂത്ത മകനായിട്ടുള്ള ആർക്കിലിയാസാണ് യഹൂദിയ ഭരിക്കുന്നത് എന്നറിഞ്ഞു. ക്രൂരതയിൽ അച്ഛനേക്കാൾ മുമ്പിലാണ് മകൻ എന്നതുകൊണ്ട് യഹൂദിയയിൽ പാർക്കുന്നത് രക്ഷയാവില്ല എന്ന് യോസെഫിന് തോന്നി. അതുകൊണ്ട് അവർ ഗലീലായിലേക്ക് മടങ്ങി നസ്രത്തിൽ തന്നെ ചെന്ന് പാർക്കാൻ തീരുമാനിച്ചു. നസ്രത്ത് അവർക്ക് പരിചയമുള്ള ഇടമായിരുന്നതുകൊണ്ട് ഉപജീവന മാർഗത്തെക്കുറിച്ച് അവർക്ക് ഭയം ഏതുമുണ്ടായില്ല. അവരങ്ങനെ നസ്രത്തിലുള്ള സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിയെത്തി അവിടെ തന്നെ താമസം തുടങ്ങി. ഇവിടെയാണ് യേശു തൻ്റെ ബാല്യകാലം ചെലവിടുന്നത്. ഇങ്ങനെ യോസെഫും കുടുംബവും നസ്രത്തിൽ ചെന്ന് താമസം തുടങ്ങുമ്പോൾ ഉണ്ണിയേശുവിന് പ്രായം 4 വയസ്സേ ഉള്ളൂ. അമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും മറ്റു വീട്ടുജോലികൾ നോക്കുമ്പോഴും മകനും കൂടെ ഉണ്ടാവും. അമ്മ പാട്ടുപാടുമ്പോൾ മകനും കൂടെ പാടും. സ്തോത്രം ചൊല്ലുമ്പോൾ അവൻ ഏറ്റു ചൊല്ലും. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ യേശുവും അതുപോലെ ആവർത്തിക്കും. ചിലപ്പോൾ അച്ഛൻ യോസെഫ് ആശാരിപ്പണി ചെയ്യുന്നിടത്ത് എന്ന് ചെത്തുപൂള് വാരിയെടുത്ത് അവൻ കളിച്ചുകൊണ്ടിരിക്കും. കുറെ കൂടി പ്രായമായപ്പോൾ യേശു ഉളിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. അന്നു തന്നെ കുരിശുണ്ടാക്കുന്നത് യേശുവിനൊരു വിനോദമായിരുന്നു അത്രേ. അച്ഛനും അമ്മയും പറയുന്നത് എന്തോ അത് അപ്പടി അനുസരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു കുഞ്ഞു യേശു. അധികം വെളുത്തിട്ടായിരുന്നില്ല യേശു. ഇരുനിറത്തിനും വെളുപ്പിനും ഇടയിലുള്ള ഒരു നിറം, മുഖഛായ അമ്മയുടേത് തന്നെ. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് യേശുവിനെ വിദ്യ അഭ്യസിപ്പിക്കണം എന്നുള്ള നിഷ്കർഷ യോസെഫിനും മറിയയ്ക്കും ഉണ്ടായിരുന്നു. ദേവാലയത്തോട് ചേർന്ന ഒരിടത്ത് വെച്ചാണ് അന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നത്. വേദപുസ്തകങ്ങളും പ്രവാചക മഹാത്മ്യവുമാണ് അന്നത്തെ പാഠ്യവിഷയങ്ങൾ. അധ്യാപകർ കൊടുക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെയും യേശു അതിവേഗം വായിച്ചു തീർക്കും. മുൻപ് തനിക്ക് പരിചയമുണ്ടായിരുന്നതിൻ്റെ ഓർമ്മ പുതുക്കുക മാത്രമാണ് എന്ന് തോന്നും ഈ ബാലൻ വായിക്കുന്നത് കണ്ടാൽ. അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചാൽ ക്ഷണത്തിൽ അവൻ ഉത്തരം പറയും. ആ ബാലൻ്റെ ധാരണാശക്തിയും ബുദ്ധിവൈഭവവും ഓർക്കാനുള്ള കഴിവും അധ്യാപകരെയും സഹപാഠികളെയും ഒരുപോലെ അന്ന് അതിശയിപ്പിച്ചു. അതിനിടയിൽ റോമാക്കാരുടെ ആധിപത്യത്തിൽ യഹൂദർക്കുള്ള വെറുപ്പ് കൂടിക്കൂടി വന്നു. അത് പ്രകടമാക്കുന്നതിൽ അവർ ധൈര്യവും സംഘടനാ ശക്തിയും കാണിച്ചു തുടങ്ങി. അതേപ്പറ്റിയുള്ള സംസാരങ്ങൾ അന്ന് നാട്ടിലെങ്ങും കേൾക്കാമായിരുന്നു. ദേവാലയങ്ങൾക്ക് മുന്നിലും തെരുവുകളിലെ മുക്കിലും മൂലയിലും കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ ഉണക്കില കത്തിച്ച് തീ കായുന്നിടത്തുമൊക്കെ ഈ വിമത സ്വരങ്ങൾ ശക്തി പ്രാപിച്ചു വന്നു. വിദേശാധിപത്യത്തിൽ നിന്ന് യഹൂദിയെ മോചിപ്പിക്കാൻ ഒരു ശക്തനായ ജനനേതാവ് അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് ആട്ടിടയന്മാരും കൃഷിക്കാരും വ്യാപാരികളുമൊക്കെ ഒരുപോലെ വിശ്വസിച്ചിരുന്നു. യേശുവിന് 11 വയസ്സ് പ്രായമുള്ളപ്പോൾ ഗലീലയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ലഹള നടക്കുന്നു. നസ്രത്തിൽ നിന്ന് 4 നാഴിക അകലെ നടന്ന ആ കലാപത്തെ നയിച്ചത് യൂദ എന്നൊരു വിപ്ലവകാരിയായിരുന്നു. യഹോവയെ മാത്രമേ നാം രാജാവായി അംഗീകരിക്കൂ, ദേവാലയത്തിനു മാത്രമേ നികുതി കൊടുക്കൂ, വിപ്ലവകാരികൾ മാത്രമാണ് നമ്മുടെ സ്നേഹിതർ, ഇതൊക്കെയായിരുന്നു ഇവരുടെ മുദ്രാവാക്യങ്ങൾ. കലാപം നടന്ന ദിവസം നസ്രത്തിലെ ആയുധശാല ആക്രമിക്കുന്ന ഈ വിപ്ലവകാരികൾ ആയുധങ്ങളൊക്കെയും കൈക്കലാക്കുന്നു. വിവരമറിഞ്ഞെത്തിയ റോമൻ സൈന്യം വിപ്ലവകാരികളെ ഒന്നൊന്നായി കൊന്നൊടുക്കാൻ തുടങ്ങി. അവരുടെ വീടുകളും അന്ന് ആ സൈന്യം ചുട്ടരിച്ചു. വിപ്ലവകാരികളോട് അനുഭാവമുണ്ട് എന്ന സംശയത്തിൻ്റെ പേരിൽ മാത്രം മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി റോമ സൈന്യം അന്ന് കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞത് തദ്ദേശവാസികളായിട്ടുള്ള ഏതാണ്ട് 2000-ഓളം നിരപരാധികളായിട്ടുള്ള യഹൂദരെയാണ്. ഇതെല്ലാം യേശുവും അറിയുന്നുണ്ടായിരുന്നു. 12 വയസ്സായ യേശുവിൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിജ്ഞാനവും ലോകപരിചയവും ദൈവഭക്തിയുമൊക്കെ നസ്രത്തിൽ പലരുടെയും ഒരു സംസാര വിഷയമായി തീർന്നു. സാധാരണ കുട്ടികളിൽ നിന്ന് പല പ്രകാരത്തിലും വ്യത്യസ്തനായൊരു ബാലനാണ് യേശു എന്ന് അവർ പ്രശംസിച്ചു. ഒരു രക്ഷകൻ്റെ വരവിനെപ്പറ്റി പള്ളിക്കൂടങ്ങളിലും മറ്റു പൊതു ഇടങ്ങളിലുമൊക്കെ ആളുകൾ ഉത്സാഹത്തോടെ സംസാരിക്കുന്നത് യേശു കേട്ടിരുന്നു. അതിനിടയ്ക്ക് തൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും യേശു അറിയുന്നുണ്ട്. ദാവീദിൻ്റെ വംശത്തിൽ ബെത്ലഹേമിലാണ് താൻ ജനിച്ചത് എന്നും തൻ്റെ ജനനസമയത്ത് ഒരു ഉജ്ജ്വല നക്ഷത്രം കാണുകയുണ്ടായി എന്നും പൗരസ്ത്യ ശാസ്ത്രജ്ഞന്മാർ വന്ന് തന്നെ കണ്ടതും പറഞ്ഞതും ഒക്കെ മാതാപിതാക്കളും ബന്ധുക്കളും വഴി അന്ന് യേശു അറിയുന്നുണ്ട്.
ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രക്ഷകന്റെ സ്വഭാവത്തെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചുമൊക്കെ അവർക്ക് ശരിയായ ബോധ്യമില്ല എന്ന് അപ്പോൾ യേശുവിന് മനസ്സിലായി. ഇവർ പ്രതീക്ഷിക്കുന്നത് കായബലവും ആയുധശേഷിയുമുള്ള ഒരു വിപ്ലവ യോദ്ധാവിനെയാണ്. എന്നാൽ സമരം ചെയ്ത് വിദേശീയരിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുന്ന ഒരു പോരാളിയെ അല്ല സത്യത്തിൽ അവർ പ്രതീക്ഷിക്കേണ്ടത്. ജനഹൃദയങ്ങളിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു നേതാവിനെയാണ്. അതും ഇസ്രായേലിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, ലോകത്തിലെ സർവ്വജനങ്ങളുടെ ഹൃദയത്തിലും ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ കെൽപ്പുള്ളൊരു നേതാവിനെയാണ് എന്ന് യേശു കരുതി. ഇങ്ങനെ യഹൂദിയയിലും നസറത്തിലെയും അന്തരീക്ഷം പാടെ അസ്വസ്ഥമായിരുന്ന സമയത്താണ് 12 വയസ്സുള്ള മകനെയും കൂട്ടി യോസെഫും മറിയയും പെസഹ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി യെരുശലേമിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. യഹൂദിയ അന്നും റോമാക്കാരുടെ ആധിപത്യത്തിൽ തന്നെയാണ് പുലർന്നിരുന്നത്. അവിടെ ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് റോമാക്കാരുടെ നാണയങ്ങളാണ്. എന്നാൽ യെരുശലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഈ റോമൻ കോയിൻസ് സ്വീകരിച്ചിരുന്നില്ല. അവിടെ യഹൂദരുടെ പഴയ നാണയങ്ങൾ മാത്രമേ ചിലവാകൂ. ദേവാലയ പരിസരത്തെത്തിയാൽ റോമൻ നാണയങ്ങൾ കൊടുത്ത് പകരം യഹൂദ നാണയങ്ങൾ ആദ്യം കൈപ്പറ്റണം. എന്നാൽ ഇതിൻ്റെ കൈമാറ്റം വളരെ വലിയൊരു നഷ്ടക്കച്ചവടമാണ്. ഇതിൽ നിന്ന് കൊള്ളലാഭം ഉണ്ടാക്കുന്നവർ ദേവാലയത്തിലെ മഹാപുരോഹിതനും അയാളുടെ ഗൂഢസംഘവും തന്നെയാണ്. ദേവാലയത്തിലെത്തി ഇതെല്ലാം നേരിട്ട് കണ്ടപ്പോൾ യേശുവിന് വല്ലാത്ത മടുപ്പ് തോന്നി. ദേവാലയത്തിൽ അമ്മയും അച്ഛനും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന തിരക്കിലേക്ക് പോയപ്പോൾ യേശു അവരിൽ നിന്ന് വിട്ട് റബ്ബികൾ, അതായത് പുരോഹിതന്മാർ യോഗം ചേർന്നിരിക്കുന്ന സ്ഥലത്തേക്കെത്തി. അവിടെ പലതരത്തിലുള്ള വിഷയങ്ങളിലും ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ സശ്രദ്ധം കാതോർത്തുകൊണ്ട് നിരവധി കാഴ്ചക്കാരും അവിടെ സന്നിഹിതരായിരുന്നു. ഈ രംഗം കെ പി കേശവമേനോൻ്റെ യേശുദേവൻ എന്ന പുസ്തകത്തിൽ ഒരു മതാധ്യാപകനെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ വിശദമായി തന്നെ വർണ്ണിക്കുന്നുണ്ട്. യേശുവിൻ്റെ വാദങ്ങൾ കേട്ടപ്പോൾ നൂറ്റാണ്ടുകാലത്തെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഈ കുട്ടി ആരാണ് എന്ന് ആ പണ്ഡിത സദസ്സ് അമ്പരക്കുന്നുണ്ട്. അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക പ്രയാസമാണ് എന്ന് അവിടുത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാർ തിരിച്ചറിഞ്ഞു. യേശു ഇങ്ങനെ പണ്ഡിതരെ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കുന്ന തിരക്കിൽ നിൽക്കുമ്പോൾ അവിടെ യോസെഫും മരിയയും കുഞ്ഞിനെ കാണാതെ പ്രയാസപ്പെടുന്നുണ്ട്. അവരൊടുവിൽ തിരികെ ദേവാലയ പരിസരത്തെത്തി അന്വേഷിച്ചപ്പോൾ അവിടെ എങ്ങും ആദ്യം അവർ മകനെ കണ്ടില്ല. പിന്നെയാണ് അവർ ഒരിടത്ത് കുറേ പുരോഹിതന്മാരും പണ്ഡിതരുമൊക്കെ ഇരുന്ന് ഗൗരവത്തോടെ എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണുന്നത്. അവർക്ക് നടുവിലിരുന്നു കൊണ്ട് വളരെ ഗൗരവത്തോടെ സംവദിക്കുന്ന ചുരുണ്ട മുടിയും ജ്വലിക്കുന്ന കണ്ണുകളും തവിട്ടു നിറത്തിലുള്ള മുഖവും ചുവന്ന ചുണ്ടുകളുമുള്ള ബാലൻ തൻ്റെ മകനാണ് എന്ന് വിശ്വസിക്കാൻ മരിയയ്ക്ക് ആദ്യം പ്രയാസമായിരുന്നു. സന്തോഷവും അത്ഭുതവും കലർന്ന ഭാവത്തോടെ അവർ മകനെ സ്വല്പനേരം നോക്കി നിന്നു. ശേഷം അവനെയും കൂട്ടി നസ്രത്തിലേക്ക് തന്നെ മടങ്ങി. ഈ ഒരു പ്രായത്തിൽ യേശു ഇടയ്ക്കിടെ വീട് വിട്ട് പുറത്തു പോകുമായിരുന്നു. എവിടേക്കാണ് പോയതെന്നോ എന്തിനാണ് പോകുന്നതെന്നോ ആർക്കും അറിവുണ്ടാവില്ല. മകൻ്റെ വരവും കാത്ത് അമ്മ ദിവസങ്ങൾ എണ്ണിയിരിക്കും. യഹൂദിയയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇക്കാലത്ത് യേശു സഞ്ചരിച്ചിരുന്നുവെന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കാലം അങ്ങനെ കുറെ കഴിഞ്ഞു. യേശുവിന് 30 വയസ്സായി. വീടും തച്ചൻ്റെ ജോലിയും അമ്മയെ തന്നെയും വിട്ട് ആത്മീയ ദൗത്യം ആരംഭിക്കാനുള്ള സമയം വൈകിയിരിക്കുന്നു എന്ന തോന്നൽ അവൻ്റെ മനസ്സിൽ ഉദിച്ചു. ഈ വിധ ചിന്തകളിൽ യേശു മുഴുകിയിരിക്കുന്ന സമയത്താണ് യോർദാൻ നദീതീരത്തേക്ക് പോയിരുന്ന ചില സുഹൃത്തുക്കൾ ഒരു വിശേഷ വർത്തമാനവും കൊണ്ട് നസ്രത്തിലേക്ക് തിരികെ വരുന്നത്. ധീരനും വാചാലനുമായിട്ടുള്ളൊരു യഹൂദൻ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളെ യോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം ചെയ്ത് പരിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതായിരുന്നു ആ വർത്തമാനം. യോഹന്നാൻ എന്നാണ് അയാളുടെ പേരെന്നും സ്നേഹിതർ യേശുവിനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ ആവേശം കൊള്ളുന്ന മറിയ, എന്നാൽ അത് എലിസബത്തിൻ്റെ മകൻ തന്നെ ആയിരിക്കുമെന്ന് ആഹ്ലാദത്തോടെ പറഞ്ഞു. അടുത്ത് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന പ്രവാചകന്റെ പ്രവൃത്തിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്ന് കേൾക്കുന്നുവെന്നും യേശുവിൻ്റെ സ്നേഹിതർ അദ്ദേഹത്തോട് പറഞ്ഞു. ഇതറിഞ്ഞ് യോഹന്നാനെ തേടി യോർദാൻ നദീതീരത്തേക്ക് പോകാൻ തന്നെ യേശു തീരുമാനിക്കുന്നു. പോകും മുമ്പ് യേശു അമ്മയെ ചെന്ന് കണ്ട് ഈ വിവരം പറയുന്നുണ്ട്. അമ്മേ, ഞാൻ ഈ ലോകത്ത് വന്നിരിക്കുന്നത് എന്തിനാണ്? എൻ്റെ പിതാവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയല്ലേ? ജനങ്ങളെ ഉപദേശിച്ച് ഒരു പുതിയ സ്വർഗരാജ്യം തന്നെ സൃഷ്ടിക്കുവാൻ വേണ്ടിയല്ലേ? ഞാനിത് അതിനുവേണ്ടി പുറപ്പെടുകയായി എന്ന് യേശു മറിയയോട് പറയുന്നു. മകൻ്റെ ആ വാക്കുകൾ സത്യം പറഞ്ഞാൽ മറിയയെ വേദനിപ്പിക്കുന്നു. മകനോടൊത്ത് സമാധാനത്തോടും സുഖത്തോടും ജീവിച്ച 30 വർഷങ്ങളുടെ മധുര സ്മരണകൾ അവരുടെ നെഞ്ചും കൂട്ടിൽ അപ്പോൾ തിങ്ങിക്കൂടി. മകനു വേണ്ടി അർപ്പിച്ച ഒരു ജീവിതമായിരുന്നു മറിയയുടേത്. ഇപ്പോൾ തന്നെയും ഈ വീടിനെയും വിട്ട് ക്രൂരവും പരുഷവുമായ ലോകത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അവരുടെ മകൻ. എങ്ങനെ അവനെ തടസ്സപ്പെടുത്തും? ദൈവകൽപ്പന അനുസരിക്കാൻ താനും ബാധ്യസ്ഥയാണ് എന്ന് മറിയ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കനത്ത ഹൃദയത്തോടെ അവർ മകനുള്ള അത്താഴമൊരുക്കി, കിടക്കാനുള്ള മെത്തയും വിരിച്ചു കൊടുത്തു. ഇതെല്ലാം താൻ തൻ്റെ മകനു വേണ്ടി അവസാനമായി ചെയ്യുകയാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ അവരത് ചെയ്തു. കാലത്തെഴുന്നേറ്റ് അമ്മയെ ആലിംഗനം ചെയ്ത് യേശു വിടവാങ്ങി. അങ്ങനെ അമ്മയും മകനും തമ്മിൽ വേർപിരിഞ്ഞു. കണ്ണിൽ നിന്ന് മറയും വരെ മറിയ മകനെ ഉറ്റുനോക്കി നിന്നു.
ജനസേവനത്തിനും ദൈവമത പ്രചാരണത്തിനും പുറപ്പെടുന്നവർ വീടിനെയും മാതാപിതാക്കളെയും മറ്റ് ഐഹിക ബന്ധങ്ങളെയും മനസ്സാ പരിത്യജിക്കണമെന്ന് യേശു പിന്നീട് തൻ്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട്. അതിനുമുമ്പ് തന്നെ അവർക്ക് അനുകരിക്കാനുള്ളൊരു മാതൃക തൻ്റെ ഈ നിസ്സംഗത്വം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് യേശു ഈ യാത്ര മുഖേന ചെയ്തത്. സെഖര്യാവിനും എലിസബത്തിനും വാർദ്ധക്യദശയിൽ ജനിച്ച യോഹന്നാൻ എന്ന പുത്രനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അച്ഛമ്മമാരുടെ മരണശേഷം യോഹന്നാൻ പുസ്തകപാരായണവും ആധ്യാത്മിക ചിന്തയുമായി വനവാസത്തിലായിരുന്നു കുറേ കാലം. ലോകത്തിൻ്റെ രക്ഷകൻ വരാൻ പോകുന്നു എന്ന് തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് യോഹന്നാൻ തിരിച്ചറിയുന്നുണ്ട്. അതിനുള്ള കളമൊരുക്കലാണ് തൻ്റെ നിയോഗമെന്നും അദ്ദേഹം മനസ്സിലാക്കി. വളരെ കാലം ചിന്തയും പഠനവുമായി കഴിഞ്ഞ ശേഷം ഒരു നാൾ യോഹന്നാൻ യോർദാൻ നദീ തീരത്തെ രാജപാതയ്ക്കരിയിലെത്തി. അവിടെ നിന്നുകൊണ്ട് ലോകരക്ഷകൻ്റെ വരവിനെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. അതുവഴി കടന്നുപോയ യാത്രക്കാർ തങ്ങൾ പോയിടത്തൊക്കെയും ഈ വർത്തമാനം എത്തിച്ചു. അത് കേട്ടുകൊണ്ട് നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമുള്ള സാധാരണക്കാരും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി പേർ യോഹന്നാൻ്റെ വാക്കുകൾക്ക് കാതോർക്കാൻ വേണ്ടി യോർദാൻ നദിക്കരയിലേക്ക് അന്ന് പ്രവഹിക്കുന്നു. തനിക്ക് ചുറ്റും ഇങ്ങനെ ഒരു ജനാവലി തടിച്ചുകൂടിയത് യോഹന്നാനെ സന്തോഷിപ്പിച്ചു. അവർ കേൾക്കെ അദ്ദേഹം വീണ്ടും പ്രസംഗിച്ചു. ലോകരക്ഷകൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. ആ മഹാത്മാവിനെ സ്വീകരിക്കുന്നതിന് തയ്യാറാകുവിൻ. ചെയ്ത പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് പരിശുദ്ധ ഹൃദയരാകുവിൻ. എന്നാൽ ഈ ജനക്കൂട്ടത്തിൽ യോഹന്നാൻ്റെ വാക്കുകൾ കേട്ട് ആവേശം കൊണ്ടെത്തിയവർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. രാജാക്കന്മാരുടെ ചാരന്മാരും ഉണ്ടായിരുന്നു. ജനങ്ങളെ പറഞ്ഞു വഴിതെറ്റിച്ച് രാജാവിനെതിരെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന ഈ പുതിയ പ്രാസംഗികൻ ആര് എന്നായിരുന്നു അവർ അന്വേഷിച്ചത്. നിങ്ങൾ ആരാണ് എന്ന് അവർ യോഹന്നാനോട് ചോദിച്ചപ്പോൾ, ലോകരക്ഷകൻ്റെ ആഗമനത്തിന് കളമൊരുക്കാൻ വന്നവനാണ് ഞാൻ, അതിനായി ഒരുങ്ങാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യാൻ വന്നവനുമെന്ന് അദ്ദേഹം മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജനങ്ങളെ ജ്ഞാനസ്നാനത്തിന് പ്രേരിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് അവർ വീണ്ടും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. ഞാനവരെ പരിശുദ്ധരാക്കുന്നത് വെറും വെള്ളം കൊണ്ടാണ്. എന്നേക്കാൾ ശക്തനായൊരു മഹാൻ അടുത്തു തന്നെ വരും. അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത കൂടി എനിക്കില്ല. അദ്ദേഹം നിങ്ങളെ പരിശുദ്ധരാക്കുന്നത് അഗ്നി കൊണ്ടായിരിക്കുമെന്ന് യോഹന്നാൻ മറുപടി പറഞ്ഞു. യോഹന്നാനെ കാണാൻ വേണ്ടി നസ്രത്തിൽ നിന്ന് പുറപ്പെട്ട യേശു 3 ദിവസം തുടർച്ചയായി സഞ്ചരിച്ച ശേഷമാണ് യോർദാൻ നദീതീരത്ത് എത്തിച്ചേരുന്നത്. പാറക്കുന്നുകളും തോടുകളും കടന്ന് യേശു ഒടുവിൽ താഴ്വരയിലെത്തി. യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ അവിടെ തടിച്ചുകൂടിയിരുന്നവരുടെ തിരക്ക് യേശുവിന് ദൂരെ നിന്ന് തന്നെ കാണാമായിരുന്നു. യോഹന്നാന്റെ സ്വരം പരുഷമെങ്കിലും സ്പഷ്ടമായിരുന്നു. ആ ജനത്തിരക്കിലൂടെ നൂണ്ടുചെന്ന് യേശു യോഹന്നാന്റെ അടുത്തെത്തി. യേശുവിനെ കണ്ട മാത്രയിൽ ലോകം കാത്തിരിക്കുന്ന രക്ഷകൻ ഇതുതന്നെയോ എന്ന തോന്നൽ പെട്ടെന്ന് യോഹന്നാന്റെ മനസ്സിലുദിച്ചു. കുറേനേരം അവരിരുവരും പരസ്പരം നോക്കി നിന്നു. യേശുവിൻ്റെ ശാന്തസ്വരത്തിലുള്ള സംസാരവും കളങ്കമറ്റ ഭാവവും യോഹന്നാനിൽ വലിയ മതിപ്പുളവാക്കി. സഹജമായ ഗൗരവത്തോടെ യേശു ജ്ഞാനസ്നാനത്തിന് ആവശ്യപ്പെട്ടപ്പോൾ യോഹന്നാന് സന്തോഷമായി. ഒരുപക്ഷെ സ്വല്പനേരത്തെ പരിചയത്തിൽ നിന്ന് അവർ രണ്ടുപേർക്കും തങ്ങളുടെ ദൗത്യങ്ങൾ മനസ്സിലായി കാണും. രണ്ടുപേരും പുഴയിൽ അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നു. അവിടെ വെച്ച് യോഹന്നാൻ യേശുവിനെ ജ്ഞാനസ്നാനം കഴിപ്പിച്ചു. ശേഷം യേശു നദിയിൽ നിന്ന് കരയ്ക്ക് കയറി മുട്ടുകുത്തി നിന്ന് ഒരല്പനേരം പ്രാർത്ഥിച്ചു. നേരത്തെ യോഹന്നാന് തോന്നിയ സംശയം അതോടെ സ്ഥിരീകരിക്കപ്പെട്ടു. യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട ചൈതന്യം യോഹന്നാന്റെ സംശയമൊക്കെയും തീർത്തു. ലോകരക്ഷകന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നത് എന്ന് ആ നിമിഷം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന യേശു അടുത്തതായിട്ട് പോകുന്നത് വനപ്രദേശത്തേക്ക് ഒരു ഏകാന്തവാസത്തിനു വേണ്ടിയാണ്. ജനസേവനം ആരംഭിക്കുന്നതിന് മുമ്പ് അതിനായുള്ള പരിശീലനത്തിൻ്റെ അവസാന ഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ യാത്ര. 40 ദിവസത്തോളം തുടർച്ചയായി കാട്ടിൽ ഉപവാസം അനുഷ്ഠിച്ച ശേഷം യേശു വീണ്ടും യോർദാൻ നദീതീരത്തേക്ക് മടങ്ങി വരികയും ഈന്തപ്പഴം കഴിച്ച് തൻ്റെ ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ തൻ്റെ ചുറ്റിനും തടിച്ചുകൂടിയ ജനങ്ങളോട് യോഹന്നാൻ തുടർച്ചയായി പറയുന്നത്, ലോകരുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ആ മഹാപുരുഷനിതാ നിങ്ങൾ കണ്ടുവോ? ഈ മഹാത്മാവിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇതാ പ്രത്യക്ഷനായിരിക്കുന്നു. ഇതാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്ന ദൈവപുത്രൻ എന്ന് യോഹന്നാൻ പറഞ്ഞു. വരും ദിവസങ്ങളിൽ ജനങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തി പലസ്തീനിൽ ഒരു പര്യടനം തന്നെ നടത്താൻ യേശു ആഗ്രഹിച്ചു. അതിന് പക്ഷേ ഒറ്റയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് അതിലേക്കായി യേശു സഹായികളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ശിഷ്യന്മാർ പുരോഹിതർ മാത്രമായിരുന്നില്ല. അവർ പലപ്പോഴും സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്നുള്ളവരായിരുന്നു. കൂട്ടത്തിൽ മുക്കുവരുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു. ആദ്യ ശിഷ്യൻ പത്രോസ്, പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരനായ മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, തദ്ദായി, ഷീമോൻ, ഒടുവിൽ യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ് ഇസ്കാരിയോത്ത് എന്നിങ്ങനെ 12 ശിഷ്യരാണ് യേശുവിനുണ്ടായിരുന്നത്. ഡാവിഞ്ചിയുടെ അന്ത്യ അത്താഴം എന്ന പെയിൻറ്റിങ്ങിൽ ഇടം പിടിച്ചിട്ടുള്ളതും ഈ 12 പേർ തന്നെയാണ്. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് യേശു പറയുമ്പോൾ ആ ശിഷ്യരുടെ മുഖത്തുള്ള അങ്കലാപ്പാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം.
യെരുശലേമിലെ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പൗരോഹിത്യ ലോബി നടത്തിയിരുന്ന കൊള്ളകളെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പരാമർശിച്ചിരുന്നു. നാണയങ്ങളുടെ കൈമാറ്റത്തിലും ബലിക്കായി സൂക്ഷിച്ചിട്ടുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും വിൽപ്പനയിലുമൊക്കെ വലിയ കൊള്ളലാഭമാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത്. പെസഹ തിരുനാൾ സമയത്ത് ദേവാലയ പരിസരം കയ്യേറിയിരുന്ന വ്യാപാരികൾ അവിടെ നടത്തിയിരുന്ന വീറുള്ള കച്ചവടത്തിൻ്റെ ബഹളത്തിനിടയ്ക്ക് ദേവാലയത്തിൻ്റെ സങ്കീർത്തനങ്ങൾ കേൾക്കില്ല എന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ഇതൊക്കെ കണ്ടപ്പോൾ യേശു കുപിതനായി. യേശു ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് ഈ കരിഞ്ചന്തയ്ക്കെതിരെയാണ്. അത് അദ്ദേഹം ആദ്യമായി കാണുന്നതല്ല. 12 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയ്ക്കൊപ്പം വന്നപ്പോഴും മുമ്പ് ഇത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അന്ന് യേശു വെറും ഒരു ബാലൻ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് അദ്ദേഹം ദേവാലയ പരിസരത്ത് എത്തിയിട്ടുള്ളത് അനാചാരങ്ങൾ തടയണമെന്നും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം എന്നുമൊക്കെയുള്ള ഉറച്ച ബോധ്യത്തോടെയാണ്. പക്ഷികളെ കൂട്ടിലിട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് യേശു പിന്നീട് ചെല്ലുന്നത്. അവയെ തുറന്നുവിടാൻ യേശു ഉടമസ്ഥനോട് ആവശ്യപ്പെട്ടു. പക്ഷികൾക്കുള്ള കൂട് ആകാശമാണ്, അവയെ അങ്ങോട്ട് വിട്ടയക്കുവിൻ എന്ന് ശാസിച്ചു. അതിനും കുറച്ചപ്പുറത്താണ് നാണ്യ വ്യാപാരികൾ ഇരുന്നിരുന്നത്. ചമ്മട്ടിയും കൈലേന്തി യേശു പിന്നെ ചെല്ലുന്നത് അവരുടെ നേർക്കാണ്. അവിടെ മേശപ്പുറത്ത് നിരത്തി വെച്ചിരുന്ന നാണയങ്ങളെ യേശു വലിച്ചെറിയുന്നു. മേശകൾ മറിച്ചിടുന്നു. ഇത് കണ്ട വ്യാപാരികൾ ഓടി ഒളിക്കുന്നു. താഴെ വീണ്ടു കിടക്കുന്ന നാണയങ്ങൾ പെറുക്കിയെടുക്കാനുള്ള ധൈര്യം പോലും അപ്പോൾ വ്യാപാരികൾക്കുണ്ടായില്ല. എന്തിന് ദേവാലയത്തിലെ കാവൽക്കാർ പോലും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അമ്പരന്ന് നോക്കി നിന്നതല്ലാതെ യേശുവിന് നേരെ അന്ന് ചെറുവിരൽ പോലും അനക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ പക്ഷേ വ്യാപാരികളിൽ ചിലർ യേശുവിനോട് തിരികെ ചോദിക്കുന്നുണ്ട്, എന്ത് അധികാരത്തിലാണ് അങ്ങ് ഇതെല്ലാം ചെയ്യുന്നത്? മഹാപുരോഹിതൻ്റെ അനുവാദത്തോടെ ഇവിടെ കച്ചവടം ചെയ്യുന്ന ഞങ്ങളെ തടസ്സപ്പെടുത്താൻ അങ്ങ് ആരാണ് എന്നായിരുന്നു അവരുടെ ചോദ്യം. മറുപടി അർഹിക്കുന്ന ചോദ്യമല്ല അതെന്ന ഭാവത്തിൽ യേശു അവിടെ ഉറച്ചു നിന്നു. അധികാരി വർഗത്തിൻ്റെ എതിർപ്പ് അധികം വൈകാതെ തന്നെ തൻ്റെ നേർക്കുണ്ടാകുമെന്ന് യേശുവിന് മനസ്സിലായിരുന്നു. അതിനിടയ്ക്ക് ഏതാനും കുഞ്ഞു കുട്ടികൾ അവിടെ കളിക്കാൻ വേണ്ടിയും വന്നെത്തുന്നുണ്ട്. അവരിൽ ചിലർ യേശു ഇരുന്നിടത്തും എത്തുന്നു. കുട്ടികളെ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന യേശു അവരെ വാരിയെടുത്ത് മടിയിലിരുത്തി കുറേ അധികം നേരം ലാളിക്കുന്നു. അപ്പോഴേക്കും മോചിപ്പിക്കപ്പെട്ട പ്രാവുകളിൽ 3 എണ്ണം പറന്നു വന്ന് ഒരെണ്ണം യേശുവിൻ്റെ ചുമലിലും 2 എണ്ണം കാൽക്കീഴിലുമായി ഇരുപ്പുറപ്പിക്കുന്നു. അവയെ ആർദ്രതയോടെ തഴുകിയ ശേഷം യേശു അവിടെ നിന്ന് പോകുന്നു. ദേവാലയത്തിൽ നടന്ന ഈ സംഘർഷത്തെക്കുറിച്ചുള്ള വാർത്തകൾ യെരുശലേമിൽ അധികം വൈകാതെ കാട്ടുതീ പോലെ വ്യാപിക്കുന്നു. ദേവാലയത്തിലെ ബഹളങ്ങൾക്ക് ശേഷവും യേശു തൻ്റെ ജനങ്ങൾക്കിടയിലെ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ അതിപ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിന് മുതിരുന്നത്. തൻ്റെ സന്ദേശത്തിൻ്റെ കാതൽ ശിഷ്യരിലേക്ക് എത്തിക്കുന്നതിനുള്ള അവസരം വന്നെത്തിയിരിക്കുന്നുവെന്ന് യേശുവിന് മനസ്സിലായി. അതിനുവേണ്ടി തിരക്കിൽ നിന്നെല്ലാം വിട്ട് ഒരു വിജന പ്രദേശത്തേക്ക് അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത്രയും ഗൗരവമേറിയ ഒരു പ്രഭാഷണമാണ് അന്ന് ചെയ്യാൻ യേശു തീരുമാനിച്ചിരുന്നത്. അതൊരു സിനഗോഗിൽ വെച്ചോ യെരുശലേം ദേവാലയത്തിൽ വെച്ചോ ഒന്നും ചെയ്യാതെ പകരം വിജനമായൊരു പ്രദേശത്തെ ഒരു പാറപ്പുറത്തിരുന്ന് നടത്താൻ യേശു തീർച്ചപ്പെടുത്തിയത് പലരെയും സ്വാഭാവികമായും അത്ഭുതപ്പെടുത്തി കാണും. അതിനു മുമ്പ് ചെയ്ത പ്രഭാഷണങ്ങളെക്കാളൊക്കെയും സവിശേഷ പ്രാധാന്യമുണ്ടായിരുന്നു യേശുവിൻ്റെ ഈ പ്രഭാഷണത്തിന്. മനുഷ്യരെ ഉത്ബുദ്ധരാക്കുന്നതിനുള്ള ഒരു സദാചാര സംഹിതയാണ് അന്ന് അദ്ദേഹം നൽകിയത്. ഈ ലോകത്തിൽ ഒരു ധന്യജീവിതം സാധ്യമാണ് എന്ന് അദ്ദേഹം വെളിവാക്കി. അതുണ്ടാവാനുള്ള മാർഗവും അദ്ദേഹം ഈ പ്രഭാഷണത്തിൽ നിർദ്ദേശിച്ചു. താൻ ആവിഷ്കരിച്ച ലഘുവായ 8 മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഏതൊരു മനുഷ്യനും ജീവിതം സുഖപ്രദവും ധന്യവുമാക്കാമെന്നായിരുന്നു യേശുവിൻ്റെ സിദ്ധാന്തം. അതിനുള്ള മാർഗങ്ങൾ തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ അദ്ദേഹം ശിഷ്യരിലേക്ക് എത്തിച്ചു. പ്രാർത്ഥന കൊണ്ട് മാത്രമേ മാതൃകാ ജീവിതം നയിക്കുന്നതിനുള്ള ശക്തി ഒരുവനുണ്ടാകൂ എന്നും യേശു ഉത്ബോധിപ്പിച്ചു. എന്തായിരിക്കണം ഒരാളുടെ പ്രാർത്ഥന എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ അതിനും അദ്ദേഹം വിശദമായ മറുപടി ഇതേ ഗിരിപ്രഭാഷണത്തിൽ നൽകുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് തുടങ്ങി സർവാധികാരവും സർവശക്തിയും സർവമഹത്വവും അങ്ങേക്കുള്ളതാണല്ലോ എന്ന് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം അവസാനിക്കുമ്പോഴേക്കും സൂര്യൻ ചക്രവാളത്തിൽ മറയുന്നു, ചന്ദ്രൻ ഉദിച്ചു പോകുന്നു. യേശു സാധാരണക്കാർക്കിടയിൽ സ്വാധീനം ഉറപ്പിച്ചത് കേവലം തൻ്റെ ഗിരിപ്രഭാഷണം പോലെയുള്ള ധാർമ്മിക പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമല്ല, വളരെ സരളമായ ഉപമകളിലൂടെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിലുള്ള ഭാഷയിൽ സങ്കീർണമായ ജീവിത തത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ടുകൂടിയാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉപമകൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ഉപമ നല്ല ശമരിയാക്കാരൻ്റെതാണ്. ഒരിക്കൽ ഒരു നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊരു പ്രത്യേക സന്ദർഭത്തിൽ ആരാണ് നിന്റെ അയൽക്കാരൻ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയുമ്പോഴാണ് യേശു പ്രസിദ്ധമായിട്ടുള്ള ഈ ഉപമ പറയുന്നത്. അത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിക്കോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്നു. അവർ അവനെ മർദ്ദിച്ച് അവശനാക്കി അർദ്ധപ്രാണനായ അവസ്ഥയിൽ പെരുവഴിയിൽ തള്ളിയിട്ട് പോകുന്നു. അതിലെ അപ്പോൾ യദൃച്ഛയാ ഒരു പുരോഹിതൻ വന്നെങ്കിലും അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. അതിനുശേഷം ഒരു ലേവായനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ടും പരിഗണിക്കാതെ മാറി കടന്നുപോയി. എന്നാൽ ഒരു ശമരിയാക്കാരൻ ആ വഴി പോകവേ അവൻ്റെ അരികിലേക്ക് എത്തുകയും അവൻ്റെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് എണ്ണയും വീഞ്ഞും പുരട്ടി അവൻ്റെ മുറിവുകൾ കെട്ടി അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വിശ്രമിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. പിറ്റേന്നാൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തിട്ട് ഇവന് വേണ്ട രക്ഷ ചെയ്യണം, അധികം വല്ലതും ചിലവായാൽ ഞാനത് മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നും
അയാളോട് പറയുന്നു. യഹൂദർ പൊതുവെ താഴ്ന്നവരായിട്ട് കണക്കാക്കിയിരുന്ന ശമരിയാക്കാരിൽപ്പെട്ട ഒരുവനെ ഈ വിധം നന്മയുള്ളവനായിട്ട് ചിത്രീകരിച്ചത് യേശുവിൻ്റെ യഹൂദ ശ്രോതാക്കളെ അമ്പരപ്പിച്ചിരിക്കണം. വ്യവസ്ഥാപിതമായ പ്രതീക്ഷകളെ തകിടം മറിക്കും വിധത്തിലുള്ള യേശുവിൻ്റെ പ്രകോപനപരമായിട്ടുള്ള പ്രബോധന ശൈലിയുടെ ഉദാഹരണമാണ് ഈ അന്യാപദേശം. യേശുക്രിസ്തു പഠിപ്പിച്ച ഉപമകളിൽ വെച്ച് ദൈവസ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ ഒന്നാണ് മുടിയനായ പുത്രൻ്റേത്. പിതാവിനോട് തൻ്റെ ഓഹരി വാങ്ങി ദൂരദേശത്തേക്ക് പോയ മകൻ തൻ്റെ സമ്പത്തെല്ലാം ആഡംബരങ്ങൾക്കും പാപങ്ങൾക്കും വേണ്ടി ദൂർത്തടിക്കുന്നു. ഒടുവിൽ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, വിശപ്പടക്കാൻ പന്നികൾ തിന്നുന്ന തവിട് പോലും കിട്ടാത്ത അവസ്ഥയിൽ അവൻ തകർന്നു പോകുന്നു. പാപം ഒരു മനുഷ്യനെ എത്തിക്കുന്നത് പന്നിക്കൂട്ടിലെ ദാരിദ്ര്യത്തിലേക്കും ആത്മീയ ശൂന്യതയിലേക്കുമാണ് എന്ന് ഈ കഥ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനിവിടെ വിശന്നു മരിക്കുന്നു. താൻ ദൈവത്തോടും പിതാവിനോടും പാപം ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു ദാസനായിട്ടെങ്കിലും തന്നെ സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടെ അവൻ പിന്നീട് മടക്കയാത്ര ആരംഭിക്കുന്നു. ദൂരെ വെച്ച് തന്നെ മകനെ കാണുന്ന പിതാവ് അവനെ ശിക്ഷിക്കാനല്ല, മറിച്ച് കെട്ടിപ്പിടിക്കാനാണ് ഓടിച്ചെല്ലുന്നത്. അവൻ നഷ്ടപ്പെടുത്തിയ പണത്തെക്കുറിച്ച് പിതാവ് അവനോടപ്പോൾ ചോദിക്കുന്നില്ല. അവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളോ പന്നിക്കൂട്ടിലെ ഗന്ധമോ ഒന്നും ആ പിതാവിനെ അവനെ കെട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് തടയുന്നുമില്ല. പകരം അവനെ ആലിംഗനം ചെയ്ത് അധികം ചുംബിക്കുന്നു. ഏറ്റവും നല്ല വസ്ത്രവും മോതിരവും നൽകി അവനെ ആദരിക്കുന്നു. വലിയൊരു വിരുന്നൊരുക്കി ആ അച്ഛൻ മകൻ്റെ മടങ്ങി വരവ് ആഘോഷിക്കുന്നു. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ദൈവത്തിങ്കിലേക്ക് തിരികെ വരാൻ ആഗ്രഹിച്ചാൽ അവിടുന്ന് നമ്മളെ തള്ളിക്കളയില്ല. പാപത്തിൻ്റെ അവസ്ഥയിലല്ല, മറിച്ച് നമ്മുടെ മടങ്ങി വരവിലാണ് ദൈവം സന്തോഷിക്കുന്നത് എന്നാണ് ഈ ഉപമ പറയുന്നത്. താൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാനുള്ള മകൻ്റെ വിനയമാണ് സത്യത്തിൽ അവനെ രക്ഷിക്കുന്നത്. സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമേ ജീവിതത്തിൽ പുതുക്കമുണ്ടാവൂ എന്നും ഈ കഥ പറയുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുമ്പോഴാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്നത്. ദൈവം ശിക്ഷിക്കുന്ന ജഡ്ജിയായിട്ടല്ല, മറിച്ച് സ്നേഹിക്കുന്ന പിതാവായിട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നർത്ഥം. ഈ രണ്ട് ജനപ്രിയമായിട്ടുള്ള ഉദാഹരണങ്ങൾക്ക് പുറമെ പല സുവിശേഷങ്ങളിലായി 40ഓളം ഉപമകൾ യേശുവിൻ്റെതായിട്ട് നമുക്ക് കാണാനാകും. യെരുശലേം ദേവാലയത്തിലെ യേശുവിൻ്റെ ഇടപെടൽ തന്നെ അദ്ദേഹത്തിന് നിരവധി ശത്രുക്കളെ സമ്പാദിച്ചു നൽകിയ ഒന്നാണ്. ആദ്യം സ്നാപക യോഹന്നാനും പിന്നീട് യേശു തന്നെയും യേശു ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടത് അക്കാലത്തെ മതപൗരോഹിത്യം ദൈവനിന്ദയായിട്ടാണ് കരുതുന്നത്. യേശുവിൻ്റെ വളരുന്ന ജനപ്രീതിയും നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടും അവരുടെ അധികാരത്തിന് ഒരു വെല്ലുവിളിയായിട്ട് അവർ കണക്കാക്കി. അതുപോലെ യേശുവിനെ യഹൂദന്മാരുടെ രാജാവ് എന്ന് ജനങ്ങൾ വിളിച്ചത് റോമൻ ചക്രവർത്തിക്കെതിരായിട്ടുള്ള മത്സരമായിട്ട്, ദേശദ്രോഹ കുറ്റമായി വ്യാഖ്യാനിക്കപ്പെട്ടു. റോമൻ നിയമപ്രകാരം രാജ്യദ്രോഹത്തിനുള്ള ശിക്ഷ കുരിശുമരണത്തിൽ കുറഞ്ഞ് ഒന്നുമായിരുന്നില്ല. യേശുവിനെ കുരിശുമരണത്തിലേക്ക് നയിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ഓശാന പ്രവേശനത്തിനും ചെറുതല്ലാത്ത പങ്കുണ്ട്. തൻ്റെ കഷ്ടാനുഭവങ്ങൾക്കും ക്രൂശുമരണത്തിനും തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയാണ് യേശു രാജകീയമായിട്ട് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. യേശു വരുന്നത് കണ്ടപ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ തടിച്ചുകൂടുന്നു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുകയും ഒലിവിൻ്റെ ചില്ലകൾ വെട്ടി വഴിയിൽ നിരത്തുകയും ചെയ്തു. അതൊരു രാജാവിന് നൽകുന്ന സ്വീകരണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒന്നായിരുന്നു. അന്ന് ആ ദേവാലയ പരിസരത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടം ഞങ്ങളെ രക്ഷിക്കണമേ എന്നർത്ഥം വരുന്ന ഓശാന വിളികളോടെ യേശുവിനെ വരവേറ്റതും യഹൂദ മതമേലധ്യക്ഷരെ വെറിപിടിപ്പിക്കുന്നു. ഈ കണ്ട പ്രകോപനങ്ങളോടൊക്കെയുള്ള ഒരു പ്രതികരണം എന്ന മട്ടിലാണ് അവരുടെ ഭാഗത്തു നിന്ന് പിന്നീട് യേശുവിനെതിരെ ഗൂഢാലോചന നടക്കുന്നത്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള ഇസ്കറിയത്ത യൂദ ആണ് അന്ന് കേവലം 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും മുമ്പ് 12 ശിഷ്യന്മാരും ഒത്തു നടത്തിയ അത്താഴമാണ് ലാസ്റ്റ് സപ്പർ അഥവാ തിരുവത്താഴം എന്ന് അറിയപ്പെടുന്നത്. യേശുവിൻ്റെ അന്ത്യ അത്താഴമെന്നും പെസഹ ഭക്ഷണമെന്നും ഇത് അറിയപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ജീവചരിത്രം രചിച്ച മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങളിൽ ഈ സംഭവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ യഹൂദർ ആചരിച്ചിരുന്ന ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. യഹൂദ വർഷത്തിലെ ആദ്യ മാസമായ നിസാൻ മാസത്തിൽ 14-ാം തീയതിയാണ് പെസഹ ഭക്ഷണം കഴിച്ചിരുന്നത്. അന്നേ ദിവസം യഹൂദ ദേവാലയത്തിൽ കുഞ്ഞാടുകളെ ബലിയർപ്പിക്കുന്ന പതിവും അന്നുണ്ടായിരുന്നു. യേശു ക്രൂശിക്കപ്പെട്ട വർഷത്തിലെ നിസാൻ മാസത്തിലെ 14-ാം തീയതി ഒരു വ്യാഴാഴ്ചയായിരുന്നു. ആ ദിവസത്തിൽ ക്രിസ്തുവിൻ്റെ പെസഹ ഭക്ഷണം എവിടെയാണ് ഒരുക്കേണ്ടത് എന്ന് ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു. അത് ഒരുക്കാനുള്ള സ്ഥലവും അപ്പോൾ ക്രിസ്തു നിർദ്ദേശിച്ചു. മർക്കോസിൻ്റെ ഭവനത്തിലെ വിശാലമായൊരു ഹാളിലാണ് ക്രിസ്തുവിൻ്റെ പെസഹ ഭക്ഷണം അന്ന് ഒരുങ്ങുന്നത്. ഇതൊരുക്കാൻ വേണ്ടി പത്രോസ്, യോഹന്നാൻ എന്നീ ശിഷ്യന്മാരെ ക്രിസ്തു നിയോഗിക്കുന്നു. അന്ന് വൈകുന്നേരം ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരുമൊത്ത് അത്താഴശാലയിൽ പ്രവേശിക്കുന്നു. ഭക്ഷണത്തിനിടയ്ക്ക് നിങ്ങളിലൊരാൾ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ അത് കേൾക്കുന്ന ശിഷ്യന്മാർ അത്യന്തം ദുഃഖിതരാകുന്നു. കർത്താവേ, അത് ഞാനാണോ എന്ന് അവരിൽ ഓരോരുത്തരും അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അതിനു മറുപടിയായിട്ട് ക്രിസ്തു പറയുന്നത്, എന്നോടൊപ്പം താലത്തിൽ ആരാണോ കൈമുക്കുന്നത് അവൻ എന്നെ ഒറ്റുകൊടുക്കും എന്നാണ്. അപ്പോൾ ഇസ്കാരിയോത്ത യൂദാസ് ചോദിക്കുന്നത്, ഗുരു, ഇത് ഞാനാണോ എന്നാണ്. അതിനുത്തരമായി യേശു അപ്പോൾ പറയുന്നു, അത് നീ പറഞ്ഞു കഴിഞ്ഞല്ലോ. ക്രിസ്തു അപ്പം നുറുക്കി അപ്പോൾ യൂദാസിന് കൊടുക്കുന്നു. യൂദാസ് ക്രിസ്തുവിനെ ചതിക്കുമെന്ന് അപ്പോഴും മറ്റു ശിഷ്യന്മാർക്ക് മനസ്സിലായിരുന്നില്ല. അപ്പം കഴിച്ച ശേഷം യൂദാസ് പുറത്തേക്ക് പോകുന്നു.
തിരുവത്താഴം അവസാനിച്ച ഉടനെ യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം അത്താഴശാലയിൽ നിന്ന് പുറപ്പെട്ട് കെദ്രോൻ താഴ്വര കടന്ന് ഗെത്സമനിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്നു. യേശുവിനെ ഒറ്റുകൊടുത്ത യൂദായുടെ സഹായത്തോടുകൂടി യഹൂദ പടയാളികൾ അപ്പോഴേക്കും അദ്ദേഹത്തെ വന്ന് പിടികൂടുന്നു. ഇങ്ങനെ യേശുവിനെ പടയാളികൾ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ശിഷ്യനായ പത്രോസ് അവരിൽ ഒരാളുടെ ചെവി തൻ്റെ കത്തി കൊണ്ട് ഛേദിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ആ ചെവി സൗഖ്യമാക്കുന്ന യേശു വാളെടുത്തവൻ വാളാലെന്ന് പത്രോസിനോട് പറഞ്ഞതും പിന്നീട് പ്രസിദ്ധമായി. ഗുരു എന്ന് വിളിച്ച് യേശുവിനെ ചുംബിച്ചിട്ടാണ് യൂദാസ് അന്ന് അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുന്നത്. യേശുക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന യൂദാ ഒടുവിൽ ഒറ്റുകൊടുക്കലിന് ശേഷം തകർന്ന ഹൃദയത്തോടെ പറയുന്നത്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്നാണ്. തൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുത്തതിൽ പിന്നീടുണ്ടായ കുറ്റബോധം യൂദാസിനെ ആത്മാഹുതിയിലേക്കും നയിക്കുന്നുണ്ട്. യേശുവിനെതിരെ അന്ന് പല ആരോപണങ്ങളും കോടതിയിൽ ഉന്നയിക്കപ്പെട്ടു. 6-7 യഹൂദ കോടതികളിലായി അന്ന് യേശുക്രിസ്തു വിചാരണ ചെയ്യപ്പെട്ടുവെങ്കിലും അതെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമായിരുന്നു. ഒടുവിൽ മുൻകൂർ നിശ്ചയിച്ച പ്രകാരം യേശുവിനെ കുരിശിലേറ്റാൻ കോടതി ഉത്തരവിട്ടു. യേശുവിൻ്റെ ക്രൂശുമരണം ചരിത്രപരമായി നോക്കിയാൽ അത്യന്തം വേദനാജനകവും ക്രൂരവുമായ ഒന്നായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും കഠിനമായ ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. ബൈബിൾ വിവരണങ്ങളും ആധുനിക വൈദ്യശാസ്ത്ര പഠനങ്ങളും അടിസ്ഥാനമാക്കി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം നമുക്ക് വ്യക്തമാകും. ലീ സ്ട്രോബലിൻ്റെ ദ കേസ് ഫോർ ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ യേശു കുരിശിൽ നേരിട്ട പീഡനങ്ങളുടെ മെഡിക്കൽ വിശദീകരണങ്ങളുണ്ട്. ക്രൂശീകരണത്തിനു മുമ്പ് റോമൻ പടയാളികൾ യേശുവിനെ അറ്റത്ത് ഈയക്കട്ടകൾ പിടിപ്പിച്ച ചമ്മട്ടി കൊണ്ട് ക്രൂരമായി അടിക്കുന്നുണ്ട്. നീളമുള്ള മുള്ളുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കിരീടം യേശുവിൻ്റെ തലയിൽ അമർത്തി വെച്ച് അദ്ദേഹത്തെ അപഹാസ്യനാക്കുന്നുണ്ട്. ഏകദേശം 30 മുതൽ 40 കിലോഗ്രാം വരെ ഭാരമുള്ള മരക്കുരിശ് ചുമന്നുകൊണ്ട് ഗൊൽഗോത്തയിലേക്ക് നടക്കാൻ അന്ന് യേശു നിർബന്ധിതനാകുന്നു. ചമ്മട്ടിയടിയേറ്റ് തകർന്ന തോളുകളിൽ ഈ മരത്തടി ഉരസുന്നത് വേദന ഇരട്ടിയാക്കി. ഈ നടത്തത്തിനിടയ്ക്ക് 3 തവണ യേശു വീണുപോയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ ഭാരം കുരിശിൽ താങ്ങണമെന്നുള്ളത് കൊണ്ട് യേശുവിൻ്റെ കൈപ്പത്തിയിലല്ല, മറിച്ച് കൈത്തണ്ടയിലെ അസ്ഥികൾക്കിടയിലൂടെയാണ് അന്ന് കുരിശിലെ ആണി തറച്ചിരുന്നത്. കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം വിടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ ആണി തറച്ച കാലുകളിൽ ഊന്നി ശരീരം മുകളിലേക്ക് ഉയർത്തണം. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും ആണി തറച്ച മുറിവുകളിൽ ശരീരം ഉരസുകയും വലിയ വേദന ഉണ്ടാവുകയും ചെയ്യും. ഒടുവിൽ ശരീരം തളരുകയും ശ്വാസകോശത്തിൽ വെള്ളം നിറയുകയും ശ്വാസം കിട്ടാതെ മരണം സംഭവിക്കുകയും ചെയ്യും. മരണം ഉറപ്പാക്കാൻ വേണ്ടി റോമൻ പടയാളി യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്. അപ്പോൾ രക്തവും വെള്ളവും പുറത്തു വന്നു എന്ന് ബൈബിളിൽ പറയുന്നു. ഈ കൊടിയ വേദനകളൊക്കെയും യേശു സഹിച്ചത് മനുഷ്യവർഗത്തോടുള്ള നിസ്സീമമായിട്ടുള്ള സ്നേഹം മൂലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് യേശു ഈ പീഡകൾ ഏറ്റുവാങ്ങിയത്. യേശുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷമുള്ള സംസ്കാര ചടങ്ങുകൾ വളരെ വേഗത്തിലും എന്നാൽ ബഹുമാന പുരസ്സരവുമാണ് അന്ന് നടക്കുന്നത്. ബൈബിളിലെ 4 സുവിശേഷങ്ങളിലും ഈ സംഭവം വിശദമായി വിവരിക്കുന്നുണ്ട്. യേശു മരിച്ചുവെന്ന് ഉറപ്പായപ്പോൾ യഹൂദ പ്രമാണിയും യേശുവിൻ്റെ രഹസ്യ ശിഷ്യനുമായിരുന്ന അരിമത്യക്കാരൻ യോസേഫ് ധൈര്യപൂർവ്വം പീലാത്തോസിനെ ചെന്ന് കണ്ട് യേശുവിൻ്റെ ശരീരം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പീലാത്തോസ് അതിനുള്ള അനുവാദം കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം കുരിശിൽ നിന്ന് യേശുവിൻ്റെ ശരീരം ഇറക്കി. യോസേഫ് തനിക്ക് വേണ്ടി പാറയിൽ വെട്ടിയുണ്ടാക്കിയ പുതിയൊരു കല്ലറയിലായിരുന്നു യേശുവിനെ അടക്കിയത്. ശവസംസ്കാരത്തിന് ശേഷം കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അത് അടയ്ക്കുന്നുണ്ട്. യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന് മുമ്പ് പറഞ്ഞിരുന്നതിനാൽ ശിഷ്യന്മാർ വന്ന് ശരീരം മോഷ്ടിക്കാതിരിക്കാൻ പീലാത്തോസിൻ്റെ നിർദ്ദേശപ്രകാരം കല്ലറയ്ക്ക് മുദ്ര പതിപ്പിക്കുകയും റോമൻ പടയാളികളെ അതിന് കാവൽ നിർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഞായറാഴ്ച ദിവസം പുലർച്ചെ മഗ്ദലന മറിയവും മറ്റു സ്ത്രീകളും സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് ഈ കല്ലറയ്ക്കൽ എത്തിയപ്പോൾ കല്ലറയുടെ വാതിൽക്കലിരുന്ന വലിയ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. കല്ലറയ്ക്കകത്ത് യേശുവിൻ്റെ ശരീരം ഉണ്ടായിരുന്നുമില്ല. ഈ അവസരത്തിൽ സ്വർഗീയ ദൂതൻ അവരോട്, നിങ്ങൾ അന്വേഷിക്കുന്ന നസ്രായനായ യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നറിയിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും പലതവണ പ്രത്യക്ഷനായി എന്നും പറയപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും 40 ദിവസത്തോളം യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നും ഈ കാലയളവിൽ പലപ്പോഴായി 500-ലധികം പേർക്ക് മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതായും ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു അവരെ പഠിപ്പിക്കുകയും ലോകമെമ്പാടും സുവിശേഷം അറിയിക്കാനുള്ള ദൗത്യം അവരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലുടനീളം ക്രോസ് അഥവാ കുരിശിനുണ്ടായിരുന്നത് അതിഭയാനകമായ ഒരു പരിവേഷമാണ്. ഒരു മനുഷ്യനെ കുരിശിൽ തറയ്ക്കുന്നത് പീഡിപ്പിച്ച് കൊന്നുകളയാൻ വേണ്ടി മാത്രമല്ല, ആ പ്രോസസ്സിലുടനീളം അയാളെ അപമാനിക്കാൻ വേണ്ടി കൂടിയാണ്. അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ഏതൊരു വിപ്ലവകാരിയുടെയും ആത്മവീര്യത്തെ തച്ച് തകർക്കുക, അത് പരസ്യമായി പൊതുസ്ഥലത്ത് ജനങ്ങളെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് ചെയ്യുന്നതിലൂടെ ഭാവിയിലെ വിമത സ്വരങ്ങൾക്ക് താക്കീത് നൽകുക തുടങ്ങി പലതും അതിൻ്റെ ഡിസൈനിലുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് യേശുക്രിസ്തു ആ കുരിശും ചുമന്നുകൊണ്ട് ഗൊൽഗത്ത മല കയറുന്നത്. അന്ന് യേശു ചുമന്നത് കേവലം മരക്കുരിശിൻ്റെ ഭാരം മാത്രമായിരുന്നില്ല, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും സഹനങ്ങളുടെ ഭാരം കൂടിയാണ്. 6 മണിക്കൂർ നീണ്ടുനിന്ന ആ പീഡാനുഭവത്തിനൊടുവിൽ
അത്ഭുതകരമായ ചിലത് നടക്കുന്നു. കൊടിയ പീഡനത്തിൻ്റെ ചിഹ്നമായ കുരിശ് പിന്നീട് അങ്ങോട്ട് പ്രപഞ്ചമുള്ളിടത്തോളം കാലത്തേക്ക് പരസ്പര സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ, അനുകമ്പയുടെ പ്രതീകമായി മാറി. യേശുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി പണിതെടുത്ത ഉരുപ്പടി തന്നെ അദ്ദേഹത്തിൻ്റെ പുനരുദ്ധാനത്തിനുള്ള അൾത്താരയായി മാറി. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് കേവലം 33 വർഷങ്ങൾ മാത്രമാണ് എങ്കിലും അദ്ദേഹത്തിന് ശേഷം നടന്നത് മാനവ ചരിത്രം കണ്ട ഏറ്റവും വലിയ പരിണാമങ്ങളിലൊന്നാണ്. അന്ത്യത്തിൻ്റെ പ്രതീകമായി അന്നോളം ജനം അവജ്ഞയോടെ കണ്ടിരുന്ന കുരിശ് അതിനുശേഷം വിശ്വാസികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി മാറി. പലർക്കും ഇന്നത് പ്രതീക്ഷയുടെ സൂചകമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ തീർത്ത കൂരിരുട്ടിൽ ദൂരെയെങ്ങോ മിന്നുന്ന ചുവന്ന കുരിശ് പലരെയും മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. യേശു നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ ക്ഷതങ്ങൾ പോലെ നമ്മുടെ മനസ്സിലേൽക്കുന്ന വടുക്കളും നമ്മുടെ ഹീലിങ്ങിൻ്റെ ഒരു തുടക്കം മാത്രമാണ് എന്ന തിരിച്ചറിവിൽ നമുക്ക് നിർത്താം. Wish you all a Merry Christmas and a happy and prosperous New Year.